നമസ്കാരം. സാക്ഷി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മുരുക്കുമൺ യൂപി സ്കൂളിന്റെ പ്രവേശന ഉത്സവം അല്പസമയത്തിനുള്ളിൽ ബഹുമാനപ്പെട്ട ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം നിർവഹിക്കും. ആ പ്രവേശനോത്സവത്തിന്റെ തത്സമയ ദൃശ്യത്തിലേക്ക് സാക്ഷിയുടെ ഏറെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ആദ്യമായി സ്വാഗതം. നിങ്ങൾക്ക് ഏവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് ആ തത്സമയ സംപ്രേഷണം ആരംഭിക്കട്ടെ. ഉദ്ഘാടനത്തിനായി ബഹുമാനപ്പെട്ട കേരള ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി സ്കൂൾ അങ്കണത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഒപ്പം ജില്ലാ പഞ്ചായത്ത് അംഗം സാംകെ ഡാനിയൽ, വിവിധ രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കന്മാർ ഈ പ്രവേശന ഉദ്ഘാടന ചടങ്ങിൽ പങ്കാളികളാകും.
മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചത്. ഈ ഉദ്ഘാടന ചടങ്ങിൽ വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക നേതാക്കന്മാർ വിവിധ പരിപാടികൾ തുണക്കിക്കൊണ്ടാണ് ഈ സ്കൂൾ വളരെ ഇൻ്റർനാഷണൽ ലെവലാണ് ഈ പുതിയ ബിൽഡിംഗ്. വളരെ ആധുനിക സൗകര്യങ്ങളോട് കൂടിയാണ് UP സ്കൂളിൻ്റെ ഏറ്റവും മനോഹാരിതയും വളരെ ഗതികളെ കെട്ടിടങ്ങളടക്കം നമുക്ക് കാണാം. ഇത് ലിഫ്റ്റ് വരെ ഈ സ്കൂൾ സൂചിപ്പിച്ചിരിക്കുന്നു. വളരെ മനോഹരമായ ഒരു സ്കൂൾ കെട്ടിടമാണ് ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് കളിക്കുവാനും ഉള്ള ഗ്രൗണ്ടിലാണ് നമ്മളിപ്പോൾ വളരെ നൂതനമായ സൗകര്യങ്ങളുള്ള സൗകര്യങ്ങളുള്ള വളരെ അതിമനോഹരമായ വളരെ ഭംഗിയോടുകൂടി പണി പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഈ 3 നില കെട്ടിടമാണ് ഇപ്പോൾ പുതിയതായി കെട്ടിടത്തിന് സ്കൂളിന് നിർമ്മിച്ചിട്ടുള്ളത്. അടക്കം വളരെ ഡിജിറ്റൽ സാങ്കേതിക സംവിധാനങ്ങളോടുകൂടിയുള്ള ക്ലാസ് മുറികൾ, അതുപോലെ തന്നെ കുട്ടികൾക്ക് വിവിധ മേഖലകളിൽ നിന്നും ഇവിടേക്ക് എത്തിച്ചേരുവാനുള്ള വാഹന സൗകര്യങ്ങൾ തന്നെ ഇവിടെ വളരെയധികം ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ പ്രവേശ ഉത്സവത്തോടനുബന്ധിച്ച് തന്നെയാണ് ഇന്ന് ഈ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടന കർമ്മം ബഹുമാനപ്പെട്ട മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു കഴിഞ്ഞു. ഏറ്റവും മനോഹരമായി ഭൗതിക സാഹചര്യങ്ങൾ ചിട്ടപ്പെടുത്തിക്കൊണ്ടൊരു സ്കൂൾ കടന്നു വന്നിരിക്കുന്നത്. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഇത്തരം മാറ്റങ്ങൾ വരുന്നത് ഗുണകരമാകുമോ? വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റം വന്ന ഒരു മേഖല നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു മാനേജ്മെൻറ്റ് സ്കൂള് ഗവൺമെൻറ് സ്കൂളുകളെയും കടത്തി വെട്ടിക്കൊണ്ട് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ എല്ലാവിധ സൗകര്യവും ഇവിടെ ഉണ്ട്. കാരണം എല്ലാം പുതിയ കെട്ടിടങ്ങളാണ്. UP സ്കൂളാണെങ്കിലും 10-38 ക്ലാസ് റൂമുകൾ ഇവിടെ തന്നെ ഇപ്പോൾ ഉണ്ട്. വലിയ ഓഡിറ്റോറിയം ചെയ്യാൻ തക്ക രീതിയിൽ ഓഡിറ്റോറിയം തന്നെ ഇവിടെ എടുത്ത് സ്റ്റേജ് കൂടെ റെഡിയാക്കി കഴിഞ്ഞാൽ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്കിരുന്ന് ഫംഗ്ഷനിൽ പങ്കെടുക്കുവാൻ പറ്റാവുന്ന തരത്തിൽ. അതുമാത്രമല്ല, ഒരു അണ്ടർഗ്രൗണ്ടിൽ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനം ഉൾപ്പെടെ ഏർപ്പെടുത്തിക്കൊണ്ട് പിന്നെ ആവശ്യമുള്ള ടോയ്ലറ്റുകൾ, അത് നമുക്കറിയാം നമ്മുടെ സുഖമില്ലാത്ത ഭിന്നശേഷി കുഞ്ഞുങ്ങൾക്ക് അവർക്ക് സ്പെഷ്യൽ ടോയ്ലറ്റ് ഉൾപ്പെടെ നിർമ്മിതമാക്കിക്കൊണ്ട് ഒരു മാനേജ്മെന്റ് സ്കൂള് ഇത്രയും വിപുലമായ നിലയിൽ നമ്മുടെ മണ്ഡലത്തിൽ ആദ്യമാണ്. അതൊരു ചരിത്രമാണ്. ഈ മാനേജ്മെന്റിനെ, ഇതിന്റെ മാനേജറെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ പാവപ്പെട്ടവരെന്നില്ല, വലിയവരെന്നില്ല, എല്ലാവർക്കും ഒരുപോലെ വരുവാനും ഒരുപോലെ വിദ്യാഭ്യാസം നേടുവാനുമുള്ള സൗകര്യത്തിലേക്കും സംവിധാനത്തിലേക്കുമാണ് നമ്മുടെ ഈ സ്കൂൾ എത്തിച്ചേർന്നിരിക്കുന്നത്. എനിക്ക് തന്നെ ഒരു മന്ത്രി എന്ന നിലയ്ക്ക് എൻ്റെ മണ്ഡലത്തിൽ ഇത് സ്ഥാപിതമായപ്പോൾ എനിക്ക് ഈ സ്കൂളിനോട് വലിയ അഭിനന്ദനമാണ് തോന്നുന്നത്. വളരെ സന്തോഷമാണ് ഈ അവസരത്തിൽ തോന്നുന്നത്. ആദ്യമായിട്ടാണ് ഒരു മാനേജ്മെൻറ്റ് ഇത്രയധികം തുക ചെലവഴിച്ചുകൊണ്ടൊരു സ്കൂള് നിർമ്മിതമാക്കിയിരിക്കുന്നത് എന്ന് ഞാനിവിടെ എടുത്തു പറയുകയാണ്. തീർച്ചയായിട്ടും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാം കെ ഡാനിയൽ, അതായത് അംഗ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ വിദ്യാഭ്യാസ മേഖലയ്ക്ക് നമുക്കറിയാം കൊല്ലം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുൾപ്പെടെ നിരവധി സംഭാവനകൾ ചെയ്തൊരു വ്യക്തിയാണ്. ഇപ്പോൾ ഗവൺമെന്റ് മഹാത്മാഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂളായാലും കടക്കൽ സ്കൂളായാലും ഒത്തിരി ഫണ്ടുകൾ അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഒരു പ്രൈവറ്റ് മാനേജ്മെന്റിന്റെ കീഴിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഇങ്ങനെ ഉയർന്നു വരുമ്പോൾ വിദ്യാഭ്യാസ മേഖലയ്ക്ക് പിന്തുണ നൽകിയ അങ്ങയുടെ അഭിപ്രായം എന്താണ്? നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖല ഏറ്റവും ശക്തിപ്പെടുന്ന ഒരു കാലമാണ്. ഏറ്റവും പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കും ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു ആശയമാണ്. ആ ആശയം പൂർണ്ണമായ അർത്ഥത്തിൽ നടപ്പിലാക്കിയ ഒരു മാനേജറാണ് ശ്രീ ലക്ഷ്മൺ. കാര്യം ലക്ഷ്മണൻ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഇത് ലാഭത്തിന്റെ അടിസ്ഥാനത്തിൽ പണിത ഒരു സ്കൂൾ കെട്ടിടമോ അല്ലെങ്കിൽ സംവിധാനമോ അല്ല, മറിച്ച് നമ്മുടെ ഗ്രാമീണ മേഖലയിലുള്ള പാവപ്പെട്ട കുട്ടികൾ ലോകോത്തര നിലവാരത്തിൽ യഥാർത്ഥത്തിൽ പഠിക്കണം. ആധുനിക സാങ്കേതിക വിദ്യയുടെ പരിലയങ്ങളായി നമ്മുടെ ക്ലാസ് മുറികൾ മാറണം. ലോകത്ത് നടക്കുന്ന സംഭവങ്ങളെല്ലാം അപ്പോൾ അറിയാൻ കഴിയുന്ന വിധം നമ്മുടെ സാങ്കേതിക വിദ്യ വളർന്നിട്ടുണ്ട്. അതെല്ലാം
നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് പ്രാപ്യമാകാൻ കഴിയുന്ന തരത്തിൽ ഈ സ്കൂളിന്റെ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ആ രൂപത്തിൽ രൂപകൽപ്പന ചെയ്ത ഒരു സ്കൂൾ കെട്ടിടമാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. തീർച്ചയായും നമ്മുടെ 1000-ലധികം കുട്ടികൾ പഠിക്കുന്ന നമ്മുടെ ഗ്രാമീണ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വരുന്ന ഭാവി തലമുറയ്ക്ക് ഏറ്റവും പ്രയോജനപ്രദമായ ഏറ്റവും നല്ലൊരു പുണ്യകർമ്മമാണ് ശ്രീ ലക്ഷ്മണിലൂടെ നമ്മുടെ നാടിന് അനർത്ഥമായിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു സന്ദർഭമാണ് ഈ സന്ദർഭം. അതിൽ ബന്ധപ്പെട്ട എല്ലാവരെയും ഞാൻ ഈ സന്ദർഭത്തിൽ അനുമോദിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിദ്യാധരൻ ഈ ധന്യ നിമിഷത്തെ വളരെ വളരെ നമ്മുടെ ബഹുമാനപ്പെട്ട ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി അടക്കം പറഞ്ഞതുപോലെ വളരെ ആധുനിക സൗകര്യങ്ങളോടുകൂടി ഒരു കണക്കിന് ഗവൺമെൻറ് സ്കൂളുകളെ പോലും കടത്തി വെട്ടിക്കൊണ്ടുള്ള ഒരു വലിയ ബിൽഡിംഗ് ആണ് ഇവിടെ പണികഴിപ്പിച്ചിട്ടുള്ളത്. അതിലെ ലിഫ്റ്റ് വരെ ആണ് കുട്ടികൾക്ക് ഒരുക്കിയിരിക്കുന്നത്. ഞാൻ ഈ എൻ്റെ ക്യാമറ നേരെ നിൽക്കുന്ന അതിൻ്റെ തൊട്ടുപുറകെ ആ ഒരാൾ നിൽക്കൊണ്ട് അവരുടെ തൊട്ടുപുറകിലാണ് ആ ലിഫ്റ്റ് സംവിധാനം, ഈ സ്കൂളിലെ ലിഫ്റ്റ് സംവിധാനം ഒരുക്കിയിരിക്കുന്നു 3 നിലയിലേക്കും. അതുപോലെ തന്നെ ഭിന്നശേഷി കുട്ടികൾക്കുള്ള പ്രത്യേക ടോയ്ലറ്റുകൾ, അതുപോലെ വിവിധ എല്ലാ മേഖലകളിൽ നിന്നും കുട്ടികൾക്ക് ഇവിടെ എത്തിച്ചേരാനുള്ള വാഹന സൗകര്യം കൂടി എൻ്റെ മാനേജ്മെൻറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആ വാഹനങ്ങൾക്കെല്ലാം തന്നെ അവർ വളരെ പക്വതയാർന്ന ഡ്രൈവേഴ്സിനെയാണ് ഈ സ്കൂൾ മാനേജ്മെൻറ്റ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ഒട്ടനവധി പരിഷ്കാരങ്ങൾ വരുത്തിക്കൊണ്ടാണ് ഇവർക്കുവാൻ UP സ്കൂൾ പ്രവർത്തിക്കുന്നത്. നിരവധി വർഷത്തെ എക്സ്പീരിയൻസും അങ്ങനത്തെ ഇതുപോലുള്ള ഒരു ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയുള്ള സ്കൂളിലേക്ക് എത്തുന്നതിൽ വഴിതെളിച്ചിട്ടുള്ളത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ ആത്മനിർവൃതിയുടെ നിറവിൽ നിൽക്കുമ്പോൾ ഒരു മാനേജർ എന്ന നിലയിൽ എന്താണ് പറയുന്നത്? വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ സ്കൂളുകൾ കാണുമ്പോൾ നമ്മൾ നോക്കി നിന്നു. ആ ഒരു മാറ്റം ഇവിടെ കൊണ്ടുവരണമെന്ന് എൻ്റെ മനസ്സിലൊരു ആഗ്രഹമാണ് ഇവിടെ യാഥാർത്ഥ്യമായി. നമ്മളെ ഇവിടെ ഈ ഗ്രാമപ്രദേശത്തെ കുട്ടികൾക്കും ഇന്റർനാഷണൽ നിലവാരത്തിലുള്ള ഒരു വിദ്യാലയം, അതായത് എൻ്റെ ആഗ്രഹം, അത് യാഥാർത്ഥ്യമായി. അത് വളരെ സന്തോഷമുണ്ട്. അതിൻ്റെ ഇതിൻ്റെ അവസാന റൗണ്ട് കാര്യങ്ങളെല്ലാം എത്തിച്ചേർന്ന് വളരെ സന്തോഷം. തീർച്ചയായിട്ടും ശ്രീ ലക്ഷ്മണൻ നാരായണ, ശ്രീ യൂസഫ് ചെലപ്പള്ളി, ഇത് ഒരു ഹൈസ്കൂളായി ഉയർത്തുവാൻ മന്ത്രിയും ബന്ധപ്പെട്ട അംഗങ്ങളും തയ്യാറാകണമെന്നുള്ളൊരു ആഗ്രഹമാണ് എനിക്കുള്ളത്. കാരണം ഇത്രയും നിലവാരത്തിലുള്ള ഒരു സ്ഥാപനം ഉണ്ടാക്കിയത് പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകനും സഹപാഠിയുമായ ലക്ഷ്മണനാണ്. തീർച്ചയായിട്ടും അക്കാര്യത്തിലൊരു സഹായം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. ലൈവാണ്, സോറി, ഞാനത് കയറി. വളരെ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയാണ് ഈ സ്കൂൾ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ പുതിയ സ്കൂൾ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം അതുമായി ബന്ധപ്പെട്ടുള്ള തത്സമയ ദൃശ്യങ്ങളുമാണ് കണ്ടത്. ഇനിയും പൊതുയോഗമുണ്ട്, അത് പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട പൊതുയോഗമുണ്ട്. കാരണം നമുക്ക് അതിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രീയ നേതൃത്വങ്ങളും അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള എല്ലാ സാംസ്കാരിക നേതൃത്വങ്ങളും ഇന്നത്തെ ഈ ഉദ്ഘാടന ചടങ്ങിലും അതുപോലെ തന്നെ പൊതുസമ്മേളനങ്ങളും പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. മുരുക്കുമൻ UP സ്കൂളിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഞങ്ങൾ നമുക്കറിയാം. ഒരു വിദ്യാഭ്യാസ മേഖലയ്ക്ക് തന്നെ മാതൃക അടിസ്ഥാന സൗകര്യങ്ങൾ
അതൊക്കെ വെള്ളമുണ്ടേ, വെള്ളമുണ്ട്, സൂക്ഷിച്ച് പതുക്കെ കയറി വന്നാൽ മതി. ഇവിടെ പോയിരുന്ന സ്ഥലം അല്പസമയത്തിൽ നമുക്ക് പൊതുസമ്മേളനം ആരംഭിക്കും. ഇപ്പോൾ പൊതുസമ്മേളനം വേദിയിലാണ് ശശിക്കുള്ളത്. അല്പസമയത്തിനുള്ളിൽ തന്നെ പിന്നെ പ്രവേശനോത്സവ പൊതുസമ്മേളനങ്ങൾ ആരംഭിക്കുന്നതായിരിക്കും. അതിൽ ബഹുമാനപ്പെട്ട മന്ത്രി ജെ ചിഞ്ചുറാണി അവർ ഉദ്ഘാടനം നിർവഹിക്കും. നമ്മുടെ പുതിയ സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മമാണ് നടക്കുന്നത്. അതിന് ഈ യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ ബിന്ദുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ആദ്യമായി ഈശ്വര പ്രാർത്ഥനയാണ്. ഈശ്വര പ്രാർത്ഥന കുടുംബത്തിലെ ക്ഷണിക്കുന്നു. രഞ്ജിത്തെ എവിടെയെല്ലാം അടങ്ങിയിരിക്കണേ, പിന്നെ മക്കളെ അടിക്കൊക്കെ ഇതിനകത്തിടും. നമ്മിൽ വാഴുമാ
പിറകെ അടുത്തതായി സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ സ്കൂളിന്റെ മാനേജർ ബഹുമാനപ്പെട്ട ശ്രീ ആർ ലക്ഷ്മണൻ സാറിനെ വിനയ പുരസ്കാരം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ അഭിമാനമായ സ്കൂൾ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ വരണമെന്ന അപേക്ഷയുമായി നമ്മുടെ ഓരോരുത്തരുടെ അഭിമാനമായ മുഴുക്കുമണി യു പി സ്കൂളിന്റെ ചരിത്രത്തിലെ അവിസ്മരണീയ ദിനമായി ഇന്നത്തെ ഈ മഹാസമ്മേളനത്തിന് അധ്യക്ഷം വഹിക്കുന്ന സ്കൂൾ PTA പ്രസിഡന്റ് ശ്രീ എൻ നിജു, റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ഈ വിദ്യാലയത്തിന്റെ കേന്ദ്രീയായ പ്രധാന അധ്യാപിക ശ്രീമതി ലത എസ് നായർ, പുതിയ സ്കൂൾ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാനെത്തിയ നമ്മുടെ മണ്ഡലത്തിൽ നിന്നുള്ള ബഹുമാനപ്പെട്ട MLA-യും സംസ്ഥാനത്തിന്റെ ആദരണീയായ മൃഗസംരക്ഷണ ക്ഷീരവകുപ്പ് മന്ത്രിയുമായ ശ്രീമതി ജെ ചിഞ്ചുറാണി, സ്കൂളിലെ കമ്പ്യൂട്ടർ ലാബ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യപ്രഭാഷണം നടത്തുന്ന ബഹുമാനപ്പെട്ട നിലമേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷമീന പറമ്പിൽ, പ്രശംസകരായ ബഹുമാനപ്പെട്ട ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലതിക വിദ്യാധരൻ, ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ സാം കെ ഡാനിയൽ, ബഹുമാനപ്പെട്ട ചടയമംഗലം AEO ശ്രീമതി ജ്യോതി ജി തുടങ്ങിയ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അധ്യാപകരെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മുടെ വിശിഷ്ട അതിഥിയായ ബഹുമാനപ്പെട്ട ഉദ്ഘാടകയ്ക്ക് മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കുവാൻ തിരുവനന്തപുരത്തേക്ക് പെട്ടെന്ന് തന്നെ തിരികെ പോകണമെന്നുള്ളതിനാൽ എന്റെ സ്വാഗത പ്രസംഗം അല്പം ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കാം. നമ്മുടെ സ്കൂൾ ഇന്നൊരു സുദിനമാണ്. സ്കൂളിന്റെ ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ഒരു ദിനം മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ല. നമ്മുടെ സ്കൂളിന് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു കെട്ടിട സമുച്ചയം ഉണ്ടായിരിക്കുന്നു. ഇത് നമ്മുടെ അഭിമാനമാണ്. ഈ പെരുമഴക്കാലത്ത് പ്രതികൂല കാലാവസ്ഥയെ പോലും വകവയ്ക്കാതെ ഇന്നിവിടെ കൂടിയിരിക്കുന്ന രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും മറ്റു സഹോദരന്മാരുടെയും മുഖത്ത് തിളങ്ങുന്നത് അതിന്റെ ആഹ്ലാദവും അഭിമാനവും ഒക്കെയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇനി മുതൽ പഠിക്കാൻ പോകുന്നത് അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു കെട്ടിടത്തിലാണ്. 1954 LP സ്കൂളായി പ്രവർത്തനം ആരംഭിച്ച ഈ വിദ്യാലയം 1964 UP സ്കൂളായി ഉയർത്തപ്പെട്ടത്. 2017 ഞാൻ ഈ വിദ്യാലയം ഏറ്റെടുക്കുമ്പോൾ 108 സെന്റ് ഭൂമിയും അതിൽ പഴക്കം കൊണ്ട് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ 3 കെട്ടിടങ്ങളും 400ഓളം കുട്ടികളുമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ വിദ്യാലയത്തിന് 2 ഏക്കർ കൂടുതൽ ഭൂമിയും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു കെട്ടിട സമുച്ചയവും സ്വന്തമായുണ്ട്. 1 മുതൽ 7 വരെ ക്ലാസുകളിൽ 30 ഡിവിഷനുകളായി 850 കുട്ടികളും പ്രീ പ്രൈമറി വിഭാഗത്തിൽ 200 പരം കുട്ടികളുമാണ് ഇപ്പോൾ ഇവിടെ പഠിക്കുന്നത്. 36 അധ്യാപകരും ഒരു അനധ്യാപകരും ഉൾപ്പെടെ 37 ജീവനക്കാരും സ്കൂൾ വിഭാഗത്തിലും 8 അധ്യാപികമാരും 12 ആയമാരും ഉൾപ്പെടെ 20 പേർ പ്രീ പ്രൈമറി വിഭാഗത്തിലും 9 സ്കൂൾ വാഹനങ്ങളായി 9 ഡ്രൈവറും 2 സെക്യൂരിറ്റി ഗാർഡും ഇപ്പോൾ ഇവിടെ ജോലി നോക്കുന്നുണ്ട്. ഇവിടെ വന്നു ചേരുന്ന ഓരോ കുട്ടിക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം പകർന്നു നൽകാൻ ഇവിടുത്തെ അധ്യാപകർ ശ്രദ്ധിക്കുന്ന കാര്യം എനിക്ക് ഉറപ്പുണ്ട്. രക്ഷിതാക്കളായ നിങ്ങളുടെ ഓരോരുത്തരുടെയും മോണിറ്ററിംഗ് അക്കാര്യത്തിൽ ഉണ്ടാകണം എന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. പൊതുസമൂഹം കൂടി പഠന പ്രക്രിയയിൽ ഇടപെടുകയും പങ്കാളിയാവുകയും ചെയ്യുമ്പോൾ മാത്രമാണല്ലോ അത് സാർത്ഥകമാകുന്നത്. ഇനിയും നമ്മുടെ സ്കൂളിന് ആവശ്യമായ ഏത് തരത്തിലുള്ള ഭൗതിക സാഹചര്യം ഒരുക്കുവാൻ മാനേജർ എന്ന നിലയിൽ ഞാൻ തയ്യാറാണെന്ന വിവരവും സന്തോഷത്തോടെ അറിയിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. കൂടുതൽ സംസാരിച്ച് ഞാൻ നമ്മുടെ വിശിഷ്ട അതിഥികളുടെ സമയം കളയുന്നില്ല. എന്നിൽ അഭീതമായ കടമയിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇന്നത്തെ ഈ സമ്മേളനത്തിന് അധ്യക്ഷം വഹിക്കുന്ന PTA പ്രസിഡന്റ് ശ്രീ എൻ നിജു ഈ വിദ്യാലയത്തിന്റെ പുരോഗതിക്കായി ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് ഈ മഹാസമ്മേളനത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അഭിമാനമായ സ്കൂൾ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ വരണമെന്ന അപേക്ഷയുമായി ഞാൻ കാണാൻ നിന്നപ്പോൾ തന്നെ ഏറെ തിരക്കുകൾ ഉണ്ടെങ്കിലും അവയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ ചടങ്ങിന് വരാൻ തയ്യാറായ നമ്മുടെ പ്രിയപ്പെട്ട MLA ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ ക്ഷീരവകുപ്പ് മന്ത്രിയുമായ ശ്രീമതി ജെ ചിഞ്ചുറാണി അവരുടെ നമ്മുടെ വിദ്യാലയത്തിന്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും സന്തോഷത്തോടെയും ആദരവോടെയും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ സമ്മേളനത്തിൽ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന നമ്മുടെ സ്കൂളിന്റെ എല്ലാമായ പ്രധാന അധ്യാപിക ശ്രീമതി ലത എസ് നായരാണ്.
ഈ വിദ്യാലയത്തിന്റെ വളർച്ചയ്ക്കായി എന്നും അധ്വാനിക്കുന്ന ലത ടീച്ചറെ ഈ ചടങ്ങിലേക്ക് പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലെങ്കിലും ഔപചാരികതയുടെ പേരിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ലത ടീച്ചറെ ഈ യോഗത്തിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. സ്കൂളിലെ കമ്പ്യൂട്ടർ ലാബ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യപ്രഭാഷണം നടത്താനായി എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട നിലമേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷെമീന പറമ്പിലും ഞങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഈ സ്കൂളിന്റെ വളർച്ചയെ ശ്രദ്ധിക്കുന്ന മഹനീയ വ്യക്തിയാണ് ശ്രീമതി ഷെമീന പറമ്പിലിനെ ഈ സമ്മേളനത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഏറെ തിരക്കുകൾ ഉണ്ടെങ്കിലും ഇന്നത്തെ സമ്മേളനത്തിലേക്ക് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലതിക വിദ്യാധരനെ ഈ യോഗത്തിലേക്ക് സന്തോഷാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ സാം കെ ഡാനിയൽ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നുണ്ട്. അദ്ദേഹത്തെ സ്നേഹാദരങ്ങളുടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുൽക്കുമണി യു പി സ്കൂളിന്റെ വളർച്ചയിൽ ഉപദേശക നിർദ്ദേശങ്ങൾ നൽകി എന്നും ഞങ്ങളോടൊപ്പം നിലവിലുള്ള ബഹുമാനപ്പെട്ട ചടയമംഗലം AEO ശ്രീമതി ജ്യോതി GT ഉപജില്ലാ സ്കൂൾ വിദ്യാഭ്യാസ തുറക്കൽ പരിപാടികളുടെ തിരക്കിനിടയിലും ഈ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നുണ്ട്. ജ്യോതി ടീച്ചറെ ഈ സമ്മേളനത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായി ശ്രീമതി SN സലീന, ശ്രീ സുജിത്ത് SL, ബഹുമാനപ്പെട്ട നിലമ്പൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കിഴക്കൻകര റാഫി, നിലമ്പൽ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ശ്രീമതി S ജയശ്രീ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ശ്രീമതി നിഷ ഹരീന്ദ്രൻ, നിലമ്പൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശ്രീ നിയാസ് മാട്ടപ്പള്ളി, ശ്രീ AM റാഫി, ശ്രീമതി വിനീത ശങ്കർ, ശ്രീ വിനോദ്, ശ്രീ N സുനിൽ, ശ്രീമതി ഹസീന ബുഹാബ്, ശ്രീമതി ലേഖ S പിള്ള, ശ്രീമതി ശൈലജ ബിബി, ബഹുമാനപ്പെട്ട ചടയമംഗലം SHO ശ്രീ N സുനീൽ, ചടയമംഗലം BPC ശ്രീ R രാജേഷ് തുടങ്ങിയവരെല്ലാം അവരുടെ തിരുത്തിനിടയിൽ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് സമയം കണ്ടിട്ട് യോഗത്തിൽ പങ്കെടുക്കുവാനായി ഇവിടത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെല്ലാം ഈ യോഗത്തിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ സ്കൂളിലെ MBTA പ്രസിഡന്റ് ശ്രീമതി സജിന ജേക്കബ് ഈ യോഗത്തിന് ഔപചാരികമായി കൃതജ്ഞത അറിയിക്കുന്ന സ്റ്റാഫ് സെക്രട്ടറിയായ ശ്രീമതി S ജാനകി, അധ്യാപികയായ ശ്രീമതി H ഷീജ നിസ, ശ്രീമതി M ഗീതു, ശ്രീമതി SR സിന്ധു, ശ്രീമതി ശ്രീ P പ്രദീപ് കുമാർ, ശ്രീ വിജയചന്ദ്രൻ എന്നിവരെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബഹുമാനിയായ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ V ശിവൻകുട്ടി എഡിറ്റ് ചെയ്ത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഈയിടെ പ്രസിദ്ധീകരിച്ച 1ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഡയറി കുറിപ്പുകളുടെ ശേഖരമായ കുരുന്നെഴുത്തുകൾ എന്ന സമാഹാരത്തിൽ നമ്മുടെ സ്കൂളിലെ കൊച്ചുമിടിക്കായ അലനയുടെ കുരുന്നെഴുത്തും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ സ്കൂളിന്റെ അഭിമാനമായി മാറിയ ഈ കുഞ്ഞു താരത്തെ നമ്മൾ ഇന്ന് അനുമോദിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട അലനെ ഞാൻ ഏറെ സന്തോഷത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന ഏറെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെയും അനധ്യാപക സുഹൃത്തുക്കളെയും നമ്മുടെ വാഹനത്തിലെ സാരഥിമാരെയും സഹായികളെയും വിശേഷിച്ച ഇവിടെ സന്നിഹിതരായ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെയും ഇന്നിവിടെ എത്തിച്ചേർന്ന മറ്റെല്ലാ സഹോദരി സഹോദരന്മാരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ സന്തോഷത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. പ്രിയപ്പെട്ടവരെ, അടുത്തത് റിപ്പോർട്ടിംഗ് ആണ്. എന്നാൽ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് തിരക്കുള്ളതിനാൽ മറ്റൊരു പ്രോഗ്രാമിൽ എത്രയും പെട്ടെന്ന് എത്തിച്ചേരേണ്ടതിനാൽ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ വികസന വകുപ്പ് മന്ത്രി ശ്രീമതി J ചിഞ്ചു റാണിയെ ആദരവപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയങ്കരനായ അധ്യക്ഷൻ PTA പ്രസിഡന്റ് കൂടിയായ ശ്രീ നിജു, നമുക്കേവർക്കും സ്വാഗതം പറഞ്ഞ മുരുക്കുമണി OPSന്റെ പ്രിയപ്പെട്ട മാനേജർ ശ്രീ R ലക്ഷ്മണൻ നായർ, റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന പ്രിയങ്കരിയായ നമ്മുടെ ഈ സ്കൂളിന്റെ HM ശ്രീമതി ലത S നായർ, മുഖ്യ പ്രഭാഷണം നടത്തുന്ന കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം കൂടി നടത്തുന്ന നിലമ്പേൽ ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ ഷെമീന പറമ്പിൽ, പ്രിയപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൂടിയായ ശ്രീമതി ലതിക വിദ്യാധരൻ, ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ അഡ്വക്കേറ്റ് സാം കെ ഡാനിയൽ, പ്രിയപ്പെട്ട നമ്മുടെ ശ്രീമതി ജ്യോതി AEO ചടയമംഗലം, ശ്രീമതി NS സലീന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം, ശ്രീ സുജിത്ത് SL ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം, കിഴക്കങ്കര റാഫി അവർ വൈസ് പ്രസിഡന്റ്,
ഗ്രാമപഞ്ചായത്ത്, അതോടൊപ്പം തന്നെ ജയശ്രീ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി നിഷ ഹരീന്ദ്രൻ, ശ്രീ നിയാസ് മാറ്റപ്പള്ളി ഉൾപ്പെടെയുള്ള പ്രിയങ്കരായ നമ്മുടെ ഇവിടുത്തെ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ള പ്രിയങ്കരായ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, അതോടൊപ്പം തന്നെ മാതൃസമിതിയുടെ പ്രസിഡന്റ് BPC ചടയമംഗലം, SHO ചടയമംഗലം, പ്രിയപ്പെട്ട സീനിയർ അസിസ്റ്റന്റ് ശ്രീ SRG കൺവീനർ, പ്രിയപ്പെട്ട SR സിന്ധു അധ്യാപിക, ശ്രീ അധ്യാപകൻ ശ്രീ പ്രദീപ് കുമാർ, അധ്യാപകൻ ശ്രീ ജയചന്ദ്രൻ, സ്റ്റാഫ് സെക്രട്ടറി ശ്രീമതി ജാനകി ഉൾപ്പെടെയുള്ള പ്രിയങ്കരായ വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട വിശിഷ്ട വ്യക്തികളെ, പ്രിയങ്കരായ അധ്യാപക സുഹൃത്തുക്കളെ, വിദ്യാർത്ഥിനികളെ, പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, പത്രമാധ്യമ പ്രവർത്തകരെ, വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് നമ്മുടെ ഈ സ്കൂളിൻ്റെ ഇന്ന് കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഞാനിവിടെ നിൽക്കുന്നത്. യഥാർത്ഥം പറഞ്ഞാൽ ഇന്നലെ ഈ സ്കൂളിൽ പുതുതായി കടന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് തുറന്നു കൊടുക്കേണ്ട ഒരു കെട്ടിടം കൂടിയായിരുന്നു. പക്ഷേ നമുക്കറിയാം, ഇന്നലെയായിരുന്നു കേരളത്തിലെ പ്രവേശനോത്സവം നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ സ്കൂളുകളിലും നടക്കുന്നത്. സംസ്ഥാനതല പ്രവേശനോത്സവം ആലപ്പുഴ സംഘടിപ്പിച്ചപ്പോൾ നമ്മുടെ ഈ കൊല്ലം ജില്ലയിലെ പ്രവേശനോത്സവം നടത്തിയത് കൊട്ടാരക്കര വെച്ചാണ് എന്നുള്ളതാണ്. എന്നാൽ ഇന്നലത്തെ ആ തിരക്കുകൊണ്ട് ഇന്നലെ അത് മാറ്റി ഇന്നത്തെ ദിവസത്തേക്കാണ് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഈ സ്കൂളിന്റെ മാനേജർ മാറ്റിവെച്ചത്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ വിജയപ്രദമാക്കി മാറ്റുവാൻ പ്രിയങ്കരനായ നമ്മുടെ ശ്രീ മാനേജർ ശ്രീ ലക്ഷ്മണൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇത്രയും മനോഹരമായ നിലയിൽ ഇന്ന് പൊതുവിദ്യാഭ്യാസം വളരെ ഗംഭീരമായി നമ്മുടെ കേരളത്തിൽ നടക്കുമ്പോഴും അത് ലോകത്തിന് മാതൃകയായ നിലയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കുമ്പോഴും ഒരു മാനേജ്മെന്റ് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇരുന്നു പഠിക്കുവാനുള്ള ആധുനിക സംവിധാനങ്ങൾ മുഴുവൻ ക്രമീകരിച്ചുകൊണ്ട് വലിയ ഓഡിറ്റോറിയം ഉൾപ്പെടെ നമുക്ക് ഇവിടെ നിർമ്മിക്കുവാൻ കഴിഞ്ഞുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കുവാനുള്ള സ്പെഷ്യൽ ഓഡിറ്റോറിയം അണ്ടർഗ്രൗണ്ടിൽ പണിഞ്ഞുകൊണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഭിന്നശേഷി കുഞ്ഞുങ്ങൾക്കുൾപ്പെടെ പോകുവാൻ പറ്റാവുന്ന തരത്തിലുള്ള ബാത്റൂം സൗകര്യങ്ങൾ ഉൾപ്പെടെ ചെയ്തു കൊടുത്തുകൊണ്ട് എന്തുകൊണ്ടും എല്ലാവിധത്തിലുമുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ടൊരു മാനേജ്മെന്റ് മുന്നോട്ട് വന്നത് എനിക്ക് തോന്നുന്നു അത് നമ്മുടെ നിയോജക മണ്ഡലത്തിൽ ആദ്യത്തേതാണ്. ആ അദ്ദേഹത്തിനെ, ആ മാനേജ്മെന്റിന്റെ പ്രിയങ്കരനായ ശ്രീ ലക്ഷ്മണനെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം, പല സ്കൂളുകളിലും പ്രത്യേകിച്ച് എത്ര സൗകര്യമുണ്ടെങ്കിലും മാനേജ്മെന്റ് മണ്ണെയ്ഡഡ് സ്കൂളുകളും ഒക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഇന്നും കുറച്ചൊക്കെ പരാധീനത നിലനിൽക്കുമ്പോഴും ആ പരാധീനത മുഴുവൻ മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ഗ്രാമത്തിൽ താമസിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവർ വലിയവനെന്നോ ചെറിയവനെന്നോ ഇല്ലാതെ എല്ലാ വിഭാഗം ആൾക്കാർക്കും അഡ്മിഷൻ കൊടുത്തുകൊണ്ട് നമ്മുടെ ഈ സ്കൂളിൽ അവർക്ക് വരുവാനും പോകുവാനും ഒക്കെയുള്ള സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് നമ്മുടെ ഈ മുരിക്കുമൺ ഈ സ്കൂളിൽ നിന്ന് മുന്നോട്ട് പോകുന്നത് എന്ന് പറയുന്നതിൽ എനിക്ക് കൂടി അഭിമാനമുണ്ട് എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ എടുത്തു പറയുകയാണ്. പ്രിയങ്കരനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ നമുക്കിവിടെ കൊണ്ടുവരണം എന്ന വലിയ ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിൽ നിക്ഷിപ്തമായിരുന്നത്. അദ്ദേഹം അതിനുവേണ്ടി അന്ന് തിരുവനന്തപുരത്ത് വരികയും ചെയ്തതാണ്. പക്ഷെ നമുക്കറിയാം, അദ്ദേഹം കുറച്ച് ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് ഒരു മാസത്തിലധികം മാറണം, അതല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കണം എന്ന് പറഞ്ഞപ്പോൾ പ്രോഗ്രാമുകളെല്ലാം അതാത് മണ്ഡലത്തിൽ നടക്കട്ടെ എന്നുള്ള ഒരുറപ്പാണ് ഞങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ട് മാത്രം നമുക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ നമുക്ക് ഇങ്ങോട്ട് എത്തിക്കുവാൻ പറ്റിയില്ല. എന്നാൽ ഈ അടുത്ത സമയത്ത് നമുക്കറിയാം, സ്കൂൾ പ്രവേശനോത്സവവും മറ്റിതര പരിപാടികളും ഒക്കെ വന്നു തുടങ്ങിയപ്പോൾ അദ്ദേഹം ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. നിരവധിയായിട്ടുള്ള പരിപാടികളിൽ നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് പല മേഖലകളിലും നമ്മുടെ കെട്ടിടങ്ങളെല്ലാം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 750ഓളം കെട്ടിടങ്ങൾ കിഫ്ബി മുഖേന ഇപ്പോൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനിയും 550ഓളം കെട്ടിടങ്ങളുടെ പണി ത്വരിതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം, ഗവൺമെന്റ് സ്കൂളിൽ 5 ലക്ഷവും 4 ലക്ഷവും, അതുപോലെ UP സ്കൂളുകളിൽ 3 ലക്ഷവും,
1 ലക്ഷം LP സ്കൂളുകൾക്കും ഒക്കെ കൊടുത്തുകൊണ്ടാണ് നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ പ്രത്യേകിച്ച് ഗവൺമെന്റും നമ്മുടെ വകുപ്പ് മന്ത്രി എന്ന നിലയ്ക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സമഗ്രമായ പുരോഗതിയിലേക്ക് നമ്മുടെ ഈ വകുപ്പിനെ കൊണ്ടുപോകുന്നു. ഇന്ന് നമുക്കറിയാം, കുഞ്ഞുങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും എല്ലാ സ്കൂളുകളിലും ഏർപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ഉച്ചഭക്ഷണം ഉൾപ്പെടെ കൊടുക്കുവാനുള്ള എല്ലാ പ്രവർത്തനത്തിലും മുൻപന്തിയിൽ നിന്നുകൊണ്ട് 8ാം ക്ലാസ് വരെ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസവും സൗജന്യ യൂണിഫോമും സൗജന്യ പാഠപുസ്തകങ്ങളും ഉൾപ്പെടെ കൊടുത്തുകൊണ്ടാണ് ഗവൺമെന്റ് ഇന്ന് മുന്നോട്ട് പോകുന്നത്. പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞിനും വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തിലേക്കാണ് നമ്മുടെ ഈ കേരളത്തിലെ ഗവൺമെന്റ് ഇന്ന് മുന്നോട്ട് വരുന്നത്. നമ്മുടെ LP സ്കൂളുകളിലൊക്കെ തന്നെ 10 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് വർണ്ണക്കൂടാരം എന്ന തരത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് നമ്മുടെ സ്കൂളുകളെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഗവൺമെന്റ് ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നത് എന്ന് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ പറയുന്നുള്ളൂ. നമുക്ക് ഈ സ്കൂളിൽ കുഞ്ഞുങ്ങൾക്ക് കളിക്കുവാനുള്ള ഒരു കളിസ്ഥലം, ഒരു പ്ലേ ഗ്രൗണ്ട് നമുക്ക് ഈ ഭാഗങ്ങളിൽ നമുക്ക് കെട്ടിപ്പൊക്കുവാൻ കഴിയണം. ആ പ്ലേ ഗ്രൗണ്ട് കൂടി നമുക്ക് സ്ഥാപിതമാക്കിക്കൊണ്ട് നിലമേൽ പഞ്ചായത്തിൽ എന്ന് പറയുമ്പോൾ ഒളിമ്പിക്സിൽ വരെ പോയി പങ്കെടുത്ത് തിരിച്ചു വന്ന ഒട്ടേറെ കായിക താരങ്ങൾ നമ്മുടെ ഇവിടെ, കായിക താരങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ നമ്മുടെ നിലമേലുണ്ട്. അതുപോലെ ദേശീയ ഗെയിംസിലും സംസ്ഥാന മീറ്റുകളിലും ഒക്കെ പങ്കെടുത്ത് നിരവധി അവാർഡുകൾ അല്ലെങ്കിൽ ഫസ്റ്റ് പ്രൈസുകൾ നേടിയെടുത്ത ഒട്ടേറെ കായിക താരങ്ങളും നമ്മുടെ ഇവിടെ നിലമേൽ പഞ്ചായത്തുകളിലുണ്ട്. അവർക്കൊക്കെ തന്നെ വലിയ സൗകര്യങ്ങൾ നമുക്ക് നേടിക്കൊടുക്കുവാൻ സാധിച്ചിട്ടില്ല. ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെയുള്ളവർ എനിക്ക് തോന്നുന്നു തൊട്ടടുത്ത് എവിടെയോ ഒരു ഗ്രൗണ്ട് എടുത്തിട്ടുണ്ടെന്ന് നമ്മുടെ പ്രിയങ്കരിയായ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നിലമേൽ കോളേജിന്റെ ഗ്രൗണ്ടൊക്കെയാണ് അത്യാവശ്യം കായിക മേഖലയിലെ കുഞ്ഞുങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റ് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഗ്രാമപ്രദേശങ്ങളിൽ ഓരോ നിയോജക മണ്ഡലത്തിലും ഓരോ പഞ്ചായത്ത് വെച്ച് നമ്മളിപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സ്റ്റേഡിയങ്ങൾ, 1 ഏക്കർ വരുന്ന സ്റ്റേഡിയങ്ങൾ നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട്. ഇപ്പോൾ ചടയമംഗലത്ത് പണി നടക്കുന്നെങ്കിൽ അടുത്ത കടയ്ക്കൽ ഗ്രാമപഞ്ചായത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. അവർക്ക് അതിനുള്ള സൗകര്യമുണ്ടായതുകൊണ്ട് ആ നിലയ്ക്ക് കായിക താരങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുവാൻ, ചെറിയ കുഞ്ഞുങ്ങളെ പോലും നമുക്കറിയാം നല്ല പരിശീലനം കൊടുത്തുകൊണ്ട് ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള പ്രവർത്തനത്തിലേക്കാണ് ഇന്ന് മുന്നോട്ട് പോകുന്നത്. ഞാനതുകൊണ്ട് മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. വളരെ അടിയന്തരമായി തിരുവനന്തപുരത്ത് എത്തേണ്ടുന്ന ചില ആവശ്യകത ഇന്നത്തെ ദിവസമുണ്ട്. നേരത്തെ തന്നെ മാനേജ്മെന്റിനെ അത് അറിയിച്ചെങ്കിലും കൃത്യമായ നിലയ്ക്ക് തന്നെ ഇവിടെ 10 മണിക്ക് എത്തുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ആ 10 മണിക്ക് തന്നെ പരിപാടി തുടങ്ങാം എന്ന് പറഞ്ഞു. കൃത്യതയോടുകൂടി അത് നടപ്പിലാക്കുവാൻ പ്രിയങ്കരനായ മാനേജ്മെന്റിനും PTA-ക്കും നമ്മുടെ സ്കൂളിന്റെ ഭരണസമിതിക്കും കഴിഞ്ഞിട്ടുണ്ട്. അവരെ എന്തായാലും ശരി, ഇത്രയും നല്ല മനോഹരമായ ഒരു കെട്ടിടം വളരെ സമയമെടുത്ത അല്ലെങ്കിലും അത് വളരെ പെട്ടെന്ന് പൂർത്തിയാക്കുവാൻ മുൻകൈയെടുത്ത നമ്മുടെ പ്രിയങ്കരനായ ശ്രീ ലക്ഷ്മൺ അവരുടെയും അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടുത്തെ PTA അംഗങ്ങളെയും നമ്മുടെ ഇവിടുത്തെ അധ്യാപകരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഔപചാരികമായി ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ നമ്മുടെ മൃഗസംരക്ഷണ ക്ഷീര വകുപ്പ് മന്ത്രി ശ്രീമതി ചിഞ്ചു റാണി, അതുപോലെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിദ്യാധരൻ, അതുപോലെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് അംഗം സാംകെ ഡാനിയൽ, നമ്മുടെ റിപ്പോർട്ടിങ്ങിനായി എത്തിയിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട സ്കൂൾ ഹെഡ്മിസ്ട്രസ് ശ്രീമതി ലതാ എസ് നായർ, അതുപോലെ നമ്മുടെ ഈ സ്കൂൾ കെട്ടിടം, ഈ സ്കൂളിൻ്റെ മാനേജർ, സ്കൂൾ കെട്ടിടം നമുക്ക് വേണ്ടി സമർപ്പിച്ച, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നമ്മുടെ സാധാരണക്കാരായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് തയ്യാറാക്കി തന്ന നമ്മുടെ മാനേജർ ശ്രീ ആർ ലക്ഷ്മൺ നായർ തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള മഹത് വ്യക്തികളെ, ഞാനൊരു അധ്യക്ഷ പ്രസംഗം ഉദ്ദേശിക്കുന്നില്ല. കഴിഞ്ഞാൽ ഒരുപാട് പ്രിയപ്പെട്ടവർ ഇവിടെ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ കുഞ്ഞുങ്ങളെല്ലാം വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ദീർഘമായ അധ്യക്ഷ പ്രസംഗത്തിലേക്ക് പോകുന്നില്ല. 1-2 കാര്യങ്ങൾ.
എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന്, നമ്മുടെ ബിൽഡിങ്ങിനെ കുറിച്ച് തന്നെയാണ്. ഇത്രയും ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു സ്കൂൾ കെട്ടിടം നമ്മുടെ സാധാരണക്കാരായ കുഞ്ഞുങ്ങൾക്ക് അത് തയ്യാറാക്കി തന്ന നമ്മുടെ മാനേജരെ എത്ര പുകഴ്ത്തിയാലും അല്ലെങ്കിൽ എത്ര പ്രശംസിച്ചാലും അതിൻ്റെ ഒരു മഹത്വം തീരത്തില്ല. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ആശംസ പറയാനെങ്കിലും അദ്ദേഹത്തിന്റെ ആ ഒരു കർത്തവ്യം അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തത് ഒരിക്കലും മറക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു കാര്യം മറക്കാതിരിക്കാൻ പറ്റില്ല. നമ്മൾ ഈ സ്കൂൾ കെട്ടിടം പറഞ്ഞ സമയത്ത് നമുക്ക് ഈ ഒരു റോഡ് വളരെ ശോചനീയ അവസ്ഥയിലായിരുന്നു. ഈ സ്കൂളിലേക്ക് വരുന്ന റോഡ്, അതിലേക്ക് ആ അവസ്ഥ മനസ്സിലാക്കുകയും അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ അന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഇപ്പോഴത്തെ ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ ബഹുമാനപ്പെട്ട ശ്രീ സാം കെ ഡാനിയൽ, അദ്ദേഹം നമ്മുടെ ഈ റോഡിന് വേണ്ടിയിട്ട് 10 ലക്ഷം രൂപ അനുവദിച്ചു. അതും ഇതിന്റെ നമ്മുടെ സ്കൂളിന് ഇത്രയും നല്ലൊരു കെട്ടിടവും എല്ലാം വന്നപ്പോൾ അതിനൊരു ഭംഗി കൂട്ടുന്നതിന് അതൊരു കാരണമായി. അതുകൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റ് കാര്യങ്ങളിലേക്കൊന്നും പറയുന്നില്ല. ബാക്കി എന്തെങ്കിലും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അവസാനം ഞാൻ സൂചിപ്പിക്കുന്നതാണ്. അടുത്തതായി റിപ്പോർട്ടിംഗാണ്. റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്കൂളിന്റെ ഹെഡ് മിസ്ട്രസ് ശ്രീമതി ലത എസ് നായരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്കാരം. യോഗാധ്യക്ഷൻ ഈ സ്കൂളിലെ PTA പ്രസിഡന്റ് നിജോ, സ്കൂൾ മാനേജർ ശ്രീ ലക്ഷ്മൺ നായർ സാർ, സാന്നിധ്യം കൊണ്ട് ധന്യമാക്കിയ ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി എ ചിഞ്ചുറാണി, നിലമേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷമീന പറമ്പിൽ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലതിക വിദ്യാധരൻ, ബഹുമാനപ്പെട്ട ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീമതി ജ്യോതി PA, ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ സാം കെ ഡാനിയൽ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മാന്യ വ്യക്തിത്വങ്ങളെ, എൻ്റെ പിഞ്ചു കുഞ്ഞുങ്ങളെ, 1954 ആണ് മുരിക്കോൺ UPS ആരംഭിക്കുന്നത്. അന്ന് മങ്കാട്ട് ഈശ്വരൻ ഉണ്ണിത്താൻ എന്ന വ്യക്തിയാണ് ആദ്യമായിട്ട് ഈ സ്കൂള് സ്ഥാപകൻ എന്നറിയപ്പെടുന്നത്. അതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ മകൻ ഭാസ്കർ ഉണ്ണിത്താൻ ഈ സ്കൂളിന്റെ മാനേജരായി. തുടർന്ന് ചെറിയ വെണ്ണല്ലൂർ കാവടിയിൽ കുട്ടമ്പിള്ള സാറും അദ്ദേഹത്തിന്റെ മകൻ വേണുജിയും ഭാര്യ രാജലക്ഷ്മിയും അവരുടെ മകൻ വിഷ്ണുവും മാനേജർമാരായി. 2017 ഏപ്രിൽ മാസത്തിലാണ് നമ്മുടെ ഇപ്പോഴത്തെ മാനേജർ ശ്രീ ലക്ഷ്മണൻ സാർ ഈ സ്കൂൾ ഏറ്റെടുക്കുന്നത്. അതോടുകൂടി തന്നെ ഈ സ്കൂളിന്റെ ഒരു മുഖച്ഛായ തന്നെ, അതായത് ഒരു സുവർണ്ണ മുഹൂർത്തമായിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ സ്കൂളിന്റെ മാനേജർ സാറ് ഏറ്റെടുത്തത് ഞങ്ങൾ കരുതുന്നത്. നമ്മുടെ ഇവിടുത്തെ ഒരു അധ്യാപകനായ ജയചന്ദ്ര സാർ മുഖേന സാറ് ഈ സ്കൂളിൽ എത്തുകയും ഈ സ്കൂളിന്റെ മാനേജർ സാറെ ഏറ്റെടുക്കുകയും ചെയ്തു. അതിനുശേഷം ആരെയും അതിശയിപ്പിക്കുന്ന തരത്തിലായിരുന്നു ഈ സ്കൂളിന്റെ ഒരു മുന്നേറ്റം എന്ന് പറയുന്നത്. അതായത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കെട്ടിട സമുച്ചയം. അതായത് നമ്മളിപ്പോഴ് ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ ഓട്ടോ പിടിച്ചു വരുന്ന കാരണം ഇവിടെ ഈ പഞ്ചായത്തിലുള്ള എല്ലാവരും ഇവിടെ ഇപ്പോണ്ട്. ഞാൻ ഒരു ആവശ്യം കൂടി ഇതിനോടൊപ്പം പറയുകയാണ്. ഞങ്ങളുടെ സ്കൂളിന്റെ വാതിൽക്കൽ ഒരു സ്റ്റോപ്പില്ല. ഇപ്പോഴും 33 വർഷം സർവീസായി എനിക്ക്. ഞാനിപ്പോഴും മുരിക്കോണിൽ ഇറങ്ങി നടന്നാണ് ഇവിടെ വരുന്നത്. വാർഡ് മെമ്പർ KC എനിക്ക് കൂടെ ലിഫ്റ്റൊക്കെ തരാറുണ്ട്. അതുകൂടെ ഞാൻ ഈ സമയത്തൊന്ന് നോട്ട് ചെയ്യുകയാണ്. അങ്ങനെ സ്റ്റോപ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ സ്കൂളിലേക്ക് വരുന്ന എല്ലാവരും മുരിക്കോണിലോ കുരിയോടോ ഇറങ്ങി ഓട്ടോ പിടിച്ചാണ് വരുന്നത്. ഓട്ടോ പിടിച്ചു വരുന്ന സമയത്ത് അവർ പറയും മുരിക്കോൺ UPS എത്തണമെന്ന് പറയും. ഓട്ടോക്കാരെ കൊണ്ടുവന്ന് സ്കൂളിന്റെ വാതിൽക്ക് എത്തും. അവര് ഇറങ്ങത്തില്ല. കാരണം എന്താണ്? ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവര് ഉദ്ദേശിക്കുന്നത് ഒരു UP സ്കൂൾ എന്ന് പറയുമ്പോൾ അവര് വിചാരിക്കുന്ന ഒരു കെട്ടിടം ഉണ്ടല്ലോ. ഇവിടെ വന്ന് നോക്കുമ്പോൾ ഒരു കോളേജ് തരത്തിലുള്ള ഒരു കെട്ടിടമാണ് അവർ കാണുന്നത്. ഒന്നും കൂടെ അവരെ എടുത്ത് ചോദിക്കും, ഞാൻ UP സ്കൂളിലേക്കാണ് പറഞ്ഞത്. അപ്പോഴത്തേക്ക് അവർ വീണ്ടും പറയും ഇത് തന്നെയാണ് UP സ്കൂൾ. അത്ര തരത്തില്, അതായത് അതിശയിപ്പിക്കുന്ന തരത്തില് നമുക്ക് ഒരു കെട്ടിടം ഉണ്ടാക്കി തന്ന അതിനകത്ത് നമ്മൾ ആവശ്യപ്പെട്ടതിലധികവും അടിസ്ഥാന സൗകര്യങ്ങൾ തരികയും
എനിക്കറിയത്തില്ല ഇത്രയും വലിയൊരു കമ്പ്യൂട്ടർ ലാബും ഇത്രയും വലിയൊരു ഡൈനിങ് ഹാളും ഒക്കെ മറ്റേതെങ്കിലും സ്കൂളിൽ അത് കേരളത്തിൽ തന്നെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അത്ര നിലവാരത്തിലുള്ള ഒരു കെട്ടിടമാണ് ഞങ്ങൾക്ക് ശ്രീ മാനേജർ ലക്ഷ്മണൻ സാർ കാഴ്ചത്. അതുകൊണ്ട് അദ്ദേഹത്തെ ഈ അവസരത്തിൽ എത്ര പ്രശംസിച്ചാലും അത് അധികമാവത്തില്ല എന്നുള്ളത് കൂടി ഞാൻ ഓർക്കുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് പറയാനുള്ളത്, നമ്മുടെ ഇന്നലെ നമുക്കുള്ള സ്കൂൾ ഓപ്പണിംഗ് ആയിരുന്നു. 2025-26 അധ്യയന വർഷത്തിന്റെ സ്കൂൾ ഓപ്പണിംഗ് ആയിരുന്നു. ഈ സമീപ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ 1ാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്ത ഒരു സ്കൂളാണ് ഈ മുരുക്കുമൺ UPS എന്ന് പറയുന്നത്. അത് വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ്. 112-ലധികം കുട്ടികൾ നമ്മുടെ സ്കൂളിൽ വന്ന് അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. ഇന്നലെ ഏകദേശം പ്രീ പ്രൈമറിയിലും സ്റ്റാൻഡേർഡിലുമായിട്ട് 1100-ലധികം കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായി ഇത് മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ അതായത് നമ്മളെ ഒരു കൂട്ടായ്മ ഉണ്ട്. ഇവിടെ ഒരു കൂട്ടായ പ്രവർത്തനം, അതായത് അധ്യാപകരും അതുപോലെ തന്നെ നമുക്ക് ശക്തമായ ഒരു PTA ഉണ്ട്. അവരുടെ കൂട്ടായ പ്രവർത്തനം മുതൽ ഏകദേശം ഒരു 7-8 വർഷക്കാലത്തോളം നമ്മൾ എല്ലാ ഗണിതശാസ്ത്ര മേളകളിലും കലാമേളകളിലും സ്പോർട്സിലും എല്ലാത്തിലും നമ്മൾ ഒരുപാട് മുൻപന്തി, അതായത് ഏത് തരത്തിലുള്ള മേളകളിൽ പങ്കെടുത്താലും ഒരു 2-3 ഓവറോളുമായിട്ടാണ് ഞങ്ങളിപ്പോൾ സ്കൂളിലേക്ക് തിരിച്ചെത്തുന്നത്. അത്രയധികം ടീച്ചേഴ്സും PTAയും ഇവിടെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അത് തന്നെ നമ്മുടെ ഒരു വലിയ ഭാഗ്യമാണ്. പിന്നെ സ്കോളർഷിപ്പ് പരീക്ഷകളിലും LSS USS മുതലായ സ്കോളർഷിപ്പ് പരീക്ഷകളിലും മറ്റ് വിധത്തിലുള്ള മത്സര പരീക്ഷകളിലും എല്ലാം തന്നെ മുരുക്കുമൺ UPS അതിന്റെ ഒരു വിജയം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഭൗതിക സാഹചര്യങ്ങൾ നമുക്ക് വളരെയധികം കാരണം ഇത്രയധികം ഭൗതിക സാഹചര്യം ഇല്ലാത്ത സമയത്ത് പോലും നമ്മൾ ഈ നേട്ടങ്ങളെല്ലാം കൈവച്ചിട്ടുണ്ടെങ്കിലും ഈ ഭൗതിക സാഹചര്യം എല്ലാം ഏർപ്പെടുത്തി തന്നതിന് ശേഷം ഇനി എന്റെയും ഞാൻ ഉൾപ്പെട്ട എന്റെ സഹപ്രവർത്തകരുടെയും കടമയും ഉത്തരവാദിത്വവും വളരെ വലുതാണ്. ഈ 36 ക്ലാസ് മുറികളുള്ള ഒരു സ്കൂൾ കെട്ടിടമാണ് ഇന്നിപ്പോൾ മാനേജർ നിർമ്മിച്ചിരിക്കുന്നത്. ഈ സ്കൂളില് കുട്ടികളെ കൊണ്ട് നിറയണം. ഈ സ്കൂള് ഹൈസ്കൂളായും ഹയർ സെക്കൻഡറി ആയും ഉയരണം. നിലമേൽ പഞ്ചായത്തിലെ നല്ല കൊല്ലം ജില്ലയിലെയും കേരളത്തിലെയും ഒരു വലിയ സ്കൂളായിട്ട് ഇത് മാറണം എന്ന് ആശംസിച്ചുകൊണ്ടും പിന്നെ ഇതിന്റെ ഒരു ഭാഗവാക്കാവാൻ എനിക്ക് സാധിച്ചതുകൊണ്ടുള്ള അഭിമാനം പങ്കുവെച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ ചൊല്ലുന്നു. നന്ദി. അടുത്തതായി കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം നടത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രീമതി ഷെമീന പറമ്പിൽ, നിലമേൽ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി ഷെമീന പറമ്പിലിനെ ആദരപൂർവ്വം നിർദ്ദേശിച്ചിരിക്കുന്നു. ഇന്നത്തെ ചടങ്ങിന്റെ ബഹുമാന്യ അധ്യക്ഷൻ, ഈ സ്കൂളിന്റെ മാനേജർ ശ്രീ ലക്ഷ്മണൻ നായർ സാർ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ഏറ്റവും ബഹുമാന്യയായ നമ്മുടെ MLA കൂടിയായ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ചിഞ്ചുറാണി അവർ, ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും ബഹുമാന്യരായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലതിക വിദ്യാധരൻ, മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഇപ്പോൾ നമ്മുടെ ഡിവിഷൻ മെമ്പറുമായ സാംകെ ഡാനിയൽ, ബഹുമാന്യരായ ഗ്രാമപഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ M. റാഫി, ശ്രീമതി S. ജയശ്രീ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീ SL സുജിത്ത്, ബഹുമാന്യയായ ചടയമംഗലം AEO ശ്രീമതി ജ്യോതി ടീച്ചർ, ഈ സ്കൂളിലെ HM, ബഹുമാന്യരായ വിവിധ രാഷ്ട്രീയ കക്ഷിയിലെ നേതാക്കന്മാരുണ്ട്, ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകരെ, ഏറ്റവും പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, ഏറ്റവും പ്രിയങ്കരായ വിദ്യാർത്ഥികളെ, ഏറ്റവും പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ,
ഒരു പൊതുവിദ്യാലയത്തിൽ പഠിപ്പിക്കുന്ന അധ്യാപിക എന്ന നിലയിൽ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. പൊതുവിദ്യാലയങ്ങൾക്ക് അല്ലെങ്കിൽ എയ്ഡഡ് മേഖലയിലെ സ്ഥാപനങ്ങൾക്ക് പലപ്പോഴും മുമ്പ് ഏറ്റവും കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഉള്ള സ്ഥാപനങ്ങൾ എയ്ഡഡ് മേഖലയിലുള്ളതാണെങ്കിൽ അത് കാലക്രമേണ മാറി മാറി അത് ഗവൺമെന്റ് സെക്ടറിലേക്കും ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകൾക്ക് ഗ്രാന്റ് ഒന്നും കൊടുക്കാതെ വന്നപ്പോൾ മാനേജർ മാത്രമായി അത് ചെയ്യണമെന്നുള്ള നിലയിലേക്കൊക്കെ വന്നപ്പോൾ ചില സ്കൂളുകൾക്ക് കോട്ടങ്ങളും ചില സ്കൂളുകൾക്ക് നേട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും വലിയ നേട്ടം കിട്ടിയത് കൊല്ലം ജില്ലയിലെ നിലമേൽ ഗ്രാമപഞ്ചായത്തിലെ വെറും 13 വാർഡ് മാത്രമുള്ള ഈ ഗ്രാമപഞ്ചായത്തിലെ മുരുക്കുമൺ സ്കൂളിനാണ്. അപ്പോൾ ഈ വിപ്ലവകരമായ ഒരു മാറ്റം പൊതുവിദ്യാലയ മേഖലയിൽ വിപ്ലവകരമായ ഒരു മാറ്റത്തിന് ഒരു തീരുമാനമെടുത്ത ലക്ഷ്മണൻ നായർ എന്ന ഈ സ്കൂളിന്റെ മാനേജറെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ ഒട്ടും മടിക്കുന്നില്ല. വളരെ സന്തോഷത്തോടു കൂടി ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് നിലയിൽ അദ്ദേഹത്തിന് ഞാൻ എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നമുക്കറിയാം പൊതുവിദ്യാഭ്യാസ മേഖല നമ്മുടെ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് വിവിധ കഴിവുകളാണുള്ളത്. ആ വിവിധ കഴിവുകളെ പരിപോഷിപ്പിക്കുകയാണ് ഒരു ക്ലാസ് മുറിയിൽ അധ്യാപിക ചെയ്യേണ്ടത്. ഇവിടെ IT ലാബിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയാണ് എൻ്റെ കർത്തവ്യം. ഇൻഫർമേഷൻ ടെക്നോളജിക്ക് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. നമുക്കറിയാം മുമ്പ് നമ്മുടെ ക്ലാസ്സുകളിൽ അധ്യാപകർ എഴുതി തരുന്ന കാര്യങ്ങൾ കാണാതെ പഠിച്ച് അത് മനസ്സിലാക്കി കൊണ്ടുവന്ന് പരീക്ഷയ്ക്ക് വന്ന് എഴുതിയ വിദ്യാർത്ഥികളായിരിക്കും ഞാൻ ഉൾപ്പെടെയുള്ള ഈ സ്റ്റേജിലിരിക്കുന്നവർ എല്ലാവരും. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. കാലം മാറിയപ്പോൾ വിദ്യാഭ്യാസ രീതിയിൽ കാതലായ മാറ്റങ്ങൾ വന്നു. അത് കണ്ടും മനസ്സിലാക്കിയും അറിഞ്ഞും പഠിക്കണം എന്നുള്ള രീതിയിലേക്ക് വിദ്യാഭ്യാസ മേഖല വളർന്നു. അപ്പൊ അത്തരത്തിൽ ഏറ്റവും മനോഹരമായ ഒരു ലാബ് ആണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ ഉണ്ട്. നേട്ടങ്ങളാണ് വളരെ കൂടുതൽ. എന്നാൽ ബഹുമാനിയായ നമ്മുടെ AEO ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഒരു വലിയ മാറ്റത്തിന്, വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഓരോ ക്ലാസ്സിലും ഒരു കുട്ടി ആർജിച്ചിരിക്കേണ്ട ശേഷികൾ, ഒരു യൂണിറ്റിൽ നിന്ന് ഒരു കുട്ടിക്ക് കിട്ടേണ്ടുന്ന മുഴുവൻ സംഗതികളും ആ ക്ലാസ്സിൽ നിന്ന് തന്നെ ആ കുട്ടിക്ക് നേടണം. എന്നിട്ട് വേണം അടുത്ത ക്ലാസ്സിലേക്ക് പോകണം എന്നുള്ള വിപ്ലവകരമായ തീരുമാനം എടുത്തിട്ടുണ്ട്. അതിന്റെ ഫലമായി 8ാം ക്ലാസ് മുതൽ അത്തരത്തിലുള്ള ഒരു പിന്തുണ സംവിധാനം അധ്യാപകരുടെ ഭാഗത്തു നിന്നും കൊടുക്കുന്നുണ്ട്. അത് LP ക്ലാസ് മുതൽ വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ നമ്മുടെ കുട്ടികളെ, പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്ന നമ്മുടെ കുട്ടികളെ ഏറ്റവും മികവിന്റെ ശേഷിയുടെ ഏറ്റവും അങ്ങേയറ്റത്തെ കുട്ടികളാക്കി വളർത്താൻ നമുക്ക് ഏവർക്കും കഴിയും. ഇവിടുത്തെ അധ്യാപക സുഹൃത്തുക്കളെല്ലാം എൻ്റെ സുഹൃത്തുക്കൾ കൂടിയാണ്. ഏറ്റവും മികച്ച അധ്യാപകരാണ് ഇവിടെ ഉള്ളത്. ഒരു ടീം ഇവിടെ ഉണ്ട്. അധ്യാപകരുടെ ഒരു ടീം തന്നെയാണ് ഒരു സ്കൂളിന്റെ ഏറ്റവും വിജയത്തിന് ആസ്പദം ആയത്. അതുപോലെ തന്നെ എല്ലാത്തിനും അധ്യാപകരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അതിന് പൂർണ്ണത തരുന്ന ഒരു മാനേജരും കൂടി ഉണ്ടെങ്കിൽ കൃത്യമായി ഒരു സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ വലിയ നിലയിൽ പോകുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ വലിയ ഭാഗ്യം ചെയ്ത അധ്യാപകരാണ് ഇവിടെ ഉള്ളത്. നിങ്ങളൊരു ടീമായി പ്രവർത്തിച്ച് കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച വിദ്യാലയമായി ഈ സ്കൂൾ മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുഖ്യപ്രഭാഷണത്തിനാണ് എന്നെ പേര് വെച്ചിരിക്കുന്നത്. മുഖ്യപ്രഭാഷണമൊന്നുമില്ല. അത്യാവശ്യം ചില കാര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ സന്തോഷമാണ് ഇത്തരം സ്ഥാപനങ്ങൾ കാണുമ്പോൾ. ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഏറ്റവും മികച്ച നിലയിലാവുമ്പോഴാണ് നമ്മുടെ സമൂഹത്തിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ പ്രകടമായ മാറ്റങ്ങൾ ലോകത്തിൽ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ഈ സ്ഥാപനത്തിനാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വിദ്യാഭ്യാസ മന്ത്രി എഡിറ്ററായി പ്രസിദ്ധീകരിക്കുകയും മുഖ്യമന്ത്രി പ്രകാശനം ചെയ്യുകയും ചെയ്ത കുരുന്നെഴുത്തുകൾ എന്ന പുസ്തകത്തിൽ ഇടം നേടിയ 1ാം ക്ലാസ്സുകാരിയായ അലനയ്ക്ക് അനുമോദനം നൽകുന്ന ചടങ്ങാണ്. അതിനായി അനുമോദനം ഏറ്റുവാങ്ങുന്നതിന് അലനെയും അനുമോദനം നൽകുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലതിക വിദ്യാധരനെയും ക്ഷണിക്കുന്നു.
അടുത്തതായി ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീമതി ലതിക വിദ്യാർത്ഥി ക്ഷണിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ PTA പ്രസിഡന്റ് ശ്രീ നിജു, സ്വാഗതം ആശംസിച്ച ഏറെ ബഹുമാന്യനായിട്ടുള്ള സ്കൂൾ മാനേജർ ശ്രീ ലക്ഷ്മണൻ നായർ, റിപ്പോർട്ട് അവതരിപ്പിച്ച ഈ സ്കൂളിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട HM ശ്രീമതി ലത എസ് നായർ, നമ്മുടെ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഏറെ ബഹുമാനിയായിട്ടുള്ള മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണി, കമ്പ്യൂട്ടർ ലാബിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച പ്രിയങ്കരിയായിട്ടുള്ള നിലമേൽ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി ഷമീന പറമ്പിൽ, വേദിയിലിരിക്കുന്ന ഏറെ ബഹുമാന്യനായിട്ടുള്ള അഡ്വക്കേറ്റ് സാംഗ്യ ഡാനിയൽ, AEO ശ്രീമതി ജ്യോതി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുജിത്ത്, കിഴക്കങ്കര റാഫി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ജയശ്രീ, ശ്രീ റാഫി, അതുപോലെ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനിയായിട്ടുള്ള വിനീത ശങ്കർ, നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരായിട്ടിവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഏറെ ബഹുമാന്യരെ, അതോടൊപ്പം തന്നെ നമ്മുടെ പൊതുരംഗത്ത് ഞങ്ങളെല്ലാവരും ഏറെ സ്നേഹിക്കുന്ന ശിവദാസമ്പിള്ള ചേട്ടനടക്കമുള്ള ഏറെ ബഹുമാനപ്പെട്ട വ്യക്തിത്വങ്ങൾ, നമ്മുടെ സ്കൂളിലെ ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള അധ്യാപകര്, PTA മാതൃസമിതിയുടെയും വികസന സമിതികളുടെയും പ്രിയപ്പെട്ട വ്യക്തിത്വങ്ങൾ, ഏറ്റവും സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, രക്ഷകർത്താക്കളെ, ബഹുമാന്യരെ, നിലമേൽ പഞ്ചായത്തിലെ മുരുക്കുമൺ ആസ്ഥാനമായി വർഷങ്ങളായി ഈ നാട്ടിലെ ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു സ്വപ്നമാണ് ഇവിടെ സാക്ഷാത്കരിക്കപ്പെട്ടത്. അപ്പോൾ സാക്ഷാത്കരിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ചരിത്രത്തിൽ തന്നെ ഒരു തിരുത്തലിന്റെ ഭാഗമായി വിദ്യാഭ്യാസ മേഖല ഇന്ന് പൊതുവിദ്യാഭ്യാസ മേഖല വലിയ മാറ്റങ്ങൾ നൽകുന്ന നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു മാനേജ്മെന്റ് ഒരു സ്കൂളിൽ വരുത്തുന്ന മാറ്റങ്ങൾ അതിവിടെ മാതൃക തന്നെയാണെന്ന് അഭിമാനത്തോടെ പറയുകയാണ്. കാരണം സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ ഫണ്ട് മറ്റ് സ്വകാര്യമായ ഒരു ലാഭത്തിനും വിനിയോഗിക്കാതെ പാവപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട പാവപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് അക്ഷരം അഭ്യസിക്കുന്നതിന് വേണ്ടി മറ്റുള്ള കുഞ്ഞുങ്ങൾ സുഖലോലുപമായിട്ടുള്ള അന്തരീക്ഷത്തിൽ വിദ്യാഭ്യാസം നടത്തുമ്പോൾ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് അത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ച അത് നടപ്പിലാക്കിയ അദ്ദേഹത്തെ പ്രിയപ്പെട്ട മാനേജരെയും കുടുംബത്തെയുമാണ് ആദ്യമായി അനുമോദിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുട്ടികൾ നമ്മളെ സ്കൂളിൽ നിന്നിപ്പോൾ ഓപ്പൺ ചെയ്ത് കണ്ടതാണ്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് കാതലായ മാറ്റം കേരളത്തിലെ വിദ്യാഭ്യാസം ഗവൺമെന്റ് നടപ്പിലാക്കുമ്പോൾ അതിനെല്ലാം ഒരു മാതൃകയായിക്കൊണ്ടാണ് തികച്ചും ഗ്രാമീണ മേഖലയായിട്ടുള്ള ഈ മുരുക്കുമണെന്ന് പറയുന്ന ഈ പ്രദേശത്ത് ഭാവിയുടെ പ്രതീക്ഷകളായി ഇപ്പം തന്നെ ഇവിടെ പല ആളുകളും ആഗ്രഹിച്ച സ്കൂളിന്റെ ഉയർച്ചയാണ്. ഉയർച്ച എന്ന് പറയുമ്പോൾ സ്കൂളിന്റെ നിലവാരം 10ാം ക്ലാസ്സും +2 ഒക്കെ വേണമെന്ന തരത്തിലൊക്കെ അതൊക്കെ ഭാവിയിൽ വരാൻ ഉള്ള സാധ്യതകളുണ്ട്. അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തിക്കൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ കാതലായ മാറ്റം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പുരോഗമനം ഇവിടെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ സബ് ജില്ലാ കലോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ സംഘാടക എന്ന നിലയിൽ അഭിമാനത്തോടെ കണ്ട ഈ മുരുക്കുമൺ UP സ്കൂളിലെ കുരുന്നു പ്രതിഭകൾ പങ്കെടുത്ത എല്ലാ പരിപാടികൾക്കും ട്രോഫികൾ വാങ്ങിയത് കണ്ട ഒരാളാണ്. കുരുന്നു പ്രതിഭകൾ എത്ര മത്സരത്തോടുകൂടിയാണ് മറ്റു പല സ്കൂളുകളിലെയും കുട്ടികളെ പിന്നിലാക്കിക്കൊണ്ട് ശാസ്ത്ര മേളകളിൽ അതുപോലെ കലാപരിപാടികളിലൊക്കെ. കാരണം അവരെ ആ രീതിയിലേക്കാക്കുന്ന അധ്യാപകരെ എത്ര പ്രശംസിച്ചാലും മതിയാകില്ല. ഒരു സ്കൂളിന്റെ ഉയർച്ച എന്ന് പറയുന്നത് അധ്യാപകരുടെ കയ്യിലാണ്. അതിൽ പ്രഥമ അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ അദ്ദേഹത്തിന്റെ കൂട്ടായ്മയായിട്ടുള്ള ചേർത്ത് നിർത്തലിന്റെ ഭാഗമായിട്ട് മാത്രമേ ഒരു സ്കൂൾ ഉയരാൻ കഴിയുള്ളൂ. സഹപ്രവർത്തകരെ ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മുടെ രക്ഷകർത്താക്കളുടെ കാര്യങ്ങൾ കേട്ടുകൊണ്ട് കുട്ടികളെ സ്വന്തം കുഞ്ഞുങ്ങളെന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്കൂളിന് മാത്രമേ ഉയർച്ചയിലെത്താൻ കഴിയൂ. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുൻകാലങ്ങളിൽ അധ്യാപകരും കുട്ടികളും 2 മേഖലയായിരുന്നു. അതെല്ലാം ഇപ്പം മാറിക്കഴിഞ്ഞു. ശക്തമായ സ്കൂൾ PTA-കൾ, രക്ഷകർത്താക്കൾ, ഏറ്റവും കൂടുതൽ അമ്മമാര്, അതാണ് നമുക്ക് കാണുന്ന മാറ്റം. ഏറ്റവും കൂടുതൽ അമ്മമാരാണെന്ന് സ്കൂളുകളിൽ തൻ്റെ മക്കളുടെ കാര്യങ്ങൾ അറിയുവാനും മനസ്സിലാക്കുവാനും ഒക്കെ ഏറ്റവും കൂടുതൽ അമ്മമാര് പങ്കെടുക്കുകയാണ്. അതെല്ലാം വലിയ മാറ്റങ്ങളാണ്.
അതുപോലെ തന്നെ ഓരോ സ്കൂളിലും തന്റെ കുഞ്ഞിന്റെ ഓരോ വളർച്ചയും അത് ഇടപെട്ടുകൊണ്ട് ആത്മാർത്ഥമായിട്ടാണ് നമ്മുടെ രക്ഷകർത്താക്കൾ ഇത് വിദ്യാഭ്യാസത്തെ കാണുന്നത്. കുഞ്ഞിനേക്കാളേറെ പാഠപുസ്തകങ്ങൾ കാണാതെ പഠിച്ച് പരീക്ഷയ്ക്ക് തയ്യാറായി നിൽക്കുന്നത് നമ്മുടെ അമ്മമാരും അച്ഛന്മാരുമാണ്. അത് കാണണമെങ്കിൽ നമ്മുടെ കലോത്സവങ്ങളിൽ നടക്കുന്ന മത്സരത്തിൽ കുഞ്ഞുങ്ങൾ തങ്ങളിലല്ല മത്സരം, രക്ഷകർത്താക്കളും അധ്യാപകരും തങ്ങളിലുള്ള മറ്റ് സ്കൂളുകളിൽ ഒക്കെ എന്ന് പറഞ്ഞാൽ വലിയ മാറ്റങ്ങളാണ്. എന്തായാലും നമ്മുടെ ഈ സ്കൂളിൽ വന്ന മാറ്റം ഇനി വരുന്ന നാളുകളിൽ, ഇനി വരാൻ പോകുന്ന നാളുകളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ആ ഉണ്ടാകുന്നതിന് നമ്മുടെ AEO അതൊക്കെ നമ്മൾ ജ്യോതി നമ്മുടെ സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ സ്കൂളുകളിലും ഓടി നടന്നുകൊണ്ട് പോരായ്മകളുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് ആവശ്യമായ ഇടപെടൽ നടത്തിക്കൊണ്ടുള്ള വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനം വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ട്. കുഞ്ഞുങ്ങളോട് രക്ഷകർത്താക്കൾ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. നമ്മുടെ കുഞ്ഞുങ്ങളെന്ന് പറയുന്ന നമ്മുടെ അച്ഛനും അമ്മയ്ക്കും സ്വപ്നവും പ്രതീക്ഷയും സങ്കല്പമാണെങ്കിലും സമൂഹത്തിന്റെ വാഗ്ദാനങ്ങളാണ്. നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ നല്ല നിലയിലേക്ക്, നല്ല ബോധമുള്ളവരായി, നല്ല ഇച്ഛാശക്തിയുള്ളവരായി, പഠിക്കുവാനും വായിക്കുവാനും മനസ്സിലാക്കുവാനും കഴിവുള്ളവരാക്കി നമ്മുടെ കുഞ്ഞുങ്ങളെ മാറ്റണം. നമ്മുടെ സമൂഹം ഇന്ന് എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ സമൂഹത്തിലുണ്ടാവുന്ന തിന്മകൾ ഉൾക്കൊള്ളാവുന്ന രീതിയിലേക്ക് അന്ന് നമ്മുടെ കുട്ടികളെ വിടരുത്. അത് പ്രത്യേകിച്ച് രക്ഷകർത്താക്കൾ ശ്രമിക്കണം. നമ്മൾ ഈ സ്കൂൾ തുറപ്പ് സമയത്ത് തന്നെ നമ്മുടെ സമൂഹം, നമ്മുടെ ഓരോ അമ്മമാരും അച്ഛന്മാരും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമ്മുടെ ഇപ്പൊ UP സ്കൂളിലൊന്നും അത്രയും ബാധിക്കുന്നില്ല. ഹൈസ്കൂളുകളിലൊക്കെ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള സാമൂഹിക വിപത്തുകൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ പലതരത്തിലും വശംവദരാകുന്നു. ആ വശംവദരാകുന്നതിന്റെ ഭാഗമായി നഷ്ടപ്പെടുന്നത് അച്ഛൻ, അമ്മ, കുടുംബ മക്കള്, രക്തബന്ധങ്ങൾ ഒക്കെ നശിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പൊ വെഞ്ഞാറമൂട് നടന്ന സംഭവമൊക്കെ നമുക്കറിയാം. കേവലം 24 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവ് ലഹരിക്കടിമയായിക്കൊണ്ട് സ്വന്തം കൂടപ്പുറപ്പിനെയും അച്ഛനെയും അമ്മയും മൂത്ത അച്ഛനെയും ഒക്കെ, അതുമാത്രമല്ല അവൻ ജീവിതം കൊടുക്കാമെന്ന് പറഞ്ഞ സ്വന്തം പ്രണയിനിയെ പോലും കൊന്ന സംഭവമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മദ്യത്തിന്റെ ലഹരിയുടെ എല്ലാം അടിമകളായിക്കൊണ്ട് സാമൂഹ്യ ബന്ധവും അതുപോലെ രക്തബന്ധങ്ങളും വ്യക്തിബന്ധങ്ങളും ഒക്കെ മാറുന്നു. അതെല്ലാം മാറുന്ന ഒരു സാഹചര്യത്തിലാണ് മുരുക്കുമൺ പോലുള്ള ഒരു പ്രദേശത്ത് എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി 1000-ൽ പരം കുട്ടികൾ പങ്കെടുക്കുന്ന വലിയ പ്രതീക്ഷ വിദ്യാഭ്യാസ രംഗത്തുള്ള ഒരു സ്ഥാപനം എന്ന നിലയിൽ ഇവിടെ പഠിച്ച് പുതുതായി അഡ്മിഷൻ എടുത്ത കുഞ്ഞുങ്ങൾ അറിയപ്പെടുന്ന വിദ്യാഭ്യാസ രംഗത്ത് അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങളാവണം. അതുപോലെ തന്നെ ഈ സ്കൂളിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, നമ്മുടെ കുട്ടികളുടെ നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി നമ്മുടെ മാതൃസമിതികളോടും അതുപോലെ PTA കമ്മിറ്റിയോടും മാനേജ്മെന്റിനോടും ആത്മാർത്ഥമായി രക്ഷകർത്താക്കൾ സഹകരിക്കണം. രക്ഷകർത്താക്കളുടെയും കൂടെ സഹകരണം ഉണ്ടെങ്കിൽ ഒരു സ്കൂൾ വിജയിക്കൂ. നമ്മൾ കെട്ടിടം ഉണ്ടാക്കി നമ്മുടെ കുട്ടികളെ നമ്മുടെ സ്കൂളിൽ വിട്ടില്ലെങ്കിൽ നമുക്ക് സ്കൂളുണ്ടോ? അധ്യാപകരുണ്ടോ? അപ്പോൾ ഒരു സ്കൂളിന്റെ നിലനിൽപ്പെന്ന് പറയുന്ന കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തുക. ആ കുഞ്ഞുങ്ങളുടെ പോരായ്മകൾ, കുറവുകൾ, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇപ്പൊ പല അധ്യാപകരും സ്വന്തം കയ്യിൽ നിന്ന് കാശ് കൊടുത്തുകൊണ്ട് ട്യൂഷൻ എടുക്കുന്ന കുട്ടികളുണ്ട്, വസ്ത്രം വാങ്ങി കൊടുക്കുന്നവരുണ്ട്. പലതരത്തിലുള്ള സഹായങ്ങൾ ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ അധ്യാപകർ മാറിക്കഴിഞ്ഞു. അതെല്ലാം വലിയ മാറ്റങ്ങളാണ്. അപ്പൊ എന്തുകൊണ്ടായാലും വിദ്യാഭ്യാസ രംഗത്തുണ്ടായിട്ടുള്ള മാറ്റം മുരുക്കുമൺ സ്കൂളിൽ നിന്ന് നമ്മുടെ കേരളത്തിൽ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്കൂളായി മാറിക്കഴിഞ്ഞു. എത്ര സ്കൂൾ ബസ്സുകളാണ് കിടക്കുന്നത്. അതിന് സന്തോഷം തോന്നി. ഇത്രയും സ്കൂൾ ബസ്സുകൾ നമ്മുടെ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് തിരിച്ച് വൈകിട്ട് രക്ഷകർത്താക്കളെ കൈകളിൽ ഏൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ആ ഉത്തരവാദിത്വം കാണിച്ചിട്ടുള്ള ഏറെ പ്രിയപ്പെട്ട മാനേജരെ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു. മക്കളുമാരുടെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഹലോ, കാപ്പി കുടിച്ചോ? കുടിച്ചില്ലേ? നമ്മുടെ സ്കൂൾ ഇഷ്ടപ്പെട്ടോ? ടീച്ചർമാരെയോ? നല്ലോണം പഠിക്കുവോ? അമ്മ പറഞ്ഞാലൊക്കെ കേൾക്കുവോ? ഉറപ്പ്? നല്ലോണം വായിക്കുവോ? പുസ്തകമൊക്കെ വായിക്കണം. അമ്മ പറഞ്ഞാൽ കേൾക്കണം കേട്ടോ. അമ്മയ്ക്കൊക്കെ വയ്യാതെ വന്നാലേ, അമ്മയ്ക്ക് വയ്യാതെ വരില്ലേ? വയ്യാതെ വന്ന് വീട്ടിൽ കിടക്കുമ്പോഴേ
അമ്മയ്ക്ക് ഇച്ചിരി ചൂടുവെള്ളമൊക്കെ കൊടുക്കുവോ? അമ്മയ്ക്ക് വയ്യെങ്കിൽ മുറ്റമൊക്കെ തൂത്ത് കൊടുക്കുവോ? എല്ലാരും ഉറപ്പാണോ? അപ്പൊ നമ്മൾ പലയിടത്തും ചെന്ന് പറയും നിങ്ങൾ പോയി കാണടേ മുരുക്കുമണി UP സ്കൂളിലെ കുഞ്ഞുങ്ങളെ മാതൃക പറയട്ടാ. അപ്പോഴും നമ്മളെ സ്കൂളിലെ കുഞ്ഞുങ്ങൾ അമ്മമാര് പറഞ്ഞാൽ കേൾക്കും, അച്ഛനെ സഹായിക്കും. നമ്മുടെ സ്കൂളിലെ നമ്മൾ വേസ്റ്റ് ഒക്കെ കൊണ്ടിടുവോ? മിഠായിയൊക്കെ നമ്മൾ കഴിച്ചാൽ അതിന്റെ പേപ്പറൊക്കെ ഇടുന്നതിനുള്ള വേസ്റ്റ് ബിന്നൊക്കെ നമ്മളെ ക്ലാസ് റൂമിൽ കാണും. അപ്പൊ അതിലൊക്കെ ഇടത്തില്ലേ? അടി കൂടുവോ? അടിയൊന്നും കൂടരുത് കേട്ടാ. ആരോടെങ്കിലും കെറുവണ്ണൊക്കെ അവനെ പിടിച്ച് തള്ളിയൊന്നും ചെയ്യരുത് കേട്ടാ. അങ്ങനൊന്നും ചെയ്യരുത്. നല്ല സ്നേഹമുള്ള ടീച്ചർമാര് പറഞ്ഞാൽ കേൾക്കുന്ന, അതുപോലെ ലൈബ്രറിയിലെ കൊച്ചു പുസ്തകമൊക്കെ വായിക്കണം. വായിക്കുവോ? നല്ലൊരു മിടുക്കി കണ്ട, മിടുക്കിക്ക് സമ്മാനം കൊടുത്തത് കണ്ട, അതുപോലെ സമ്മാനമൊക്കെ മേടിക്കുന്ന നല്ല മിടുക്കികളായി നല്ല സുന്ദരി കുട്ടികളായി നന്നായി വളർന്നു വരണം കേട്ടോ. അപ്പോൾ ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെയും പ്രിയപ്പെട്ട പിഞ്ചു മക്കളെയും വേദിയിലിരിക്കുന്ന എല്ലാ ആദരണീയരായിട്ടുള്ള വ്യക്തിത്വങ്ങളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അഭിവാദനങ്ങൾ. അടുത്തതായി ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സാം കെ ഡാനിയലിനെ ക്ഷണിക്കുന്നു. വളരെ സന്തോഷകരമായ ഒരു സുദിനമാണല്ലോ. കാരണം മുരുക്കുവൻ എന്ന് പറയുന്ന ഒരു ഗ്രാമീണ പ്രദേശത്ത് വളരെ തലയെടുപ്പോടെ ലോകോത്തര നിലവാരത്തിലുള്ള ഒരു സ്കൂൾ ഉദ്ഘാടനം ചെയ്യുവാൻ കഴിയുന്നു എന്നുള്ളത് എന്നെ പോലെ ആയിരക്കണക്കിന് രക്ഷകർത്താക്കളെ സംബന്ധിച്ച്, കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിനമാണ്. ഈ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് PTA പ്രസിഡന്റ് ശ്രീ നിജു, ഇവിടെ സ്വാഗതം ആശംസിച്ച നമ്മുടെ ഈ സ്കൂളിന്റെ ഇന്ന് കാണുന്ന സ്ഥിതിയിലേക്ക് ഈ സ്കൂളിനെ എത്തിച്ച ഏറെ പ്രിയങ്കരനും ആദരണീയനുമായ മാനേജർ ശ്രീ R. ലക്ഷ്മണൻ നായർ, ഇവിടെ റിപ്പോർട്ട് അവതരിപ്പിച്ച ഹെഡ്മിസ്ട്രസ് ഏറെ പ്രിയങ്കരയായ ശ്രീമതി ലതാ S. നായർ, നമ്മുടെ ഈ സ്കൂളിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച ഏറെ പ്രിയങ്കരയായ മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ജയ ചിഞ്ചോറാണി, കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയങ്കരിയായ പ്രസിഡന്റ് ശ്രീമതി ഷമീന പറമ്പിൽ, ഇവിടെ നിങ്ങളോട് സംബന്ധിച്ച ഏറെ പ്രിയങ്കരിയായ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആദരണീയായ ശ്രീമതി ലതിക വിദ്യാധരൻ, നമ്മുടെ AEO ശ്രീമതി ജ്യോതി TG, വേദിയിലുള്ള ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീ സുജിത്ത്, അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീമതി ജയശ്രീ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വിനീത ശങ്കർ, ഗ്രാമപഞ്ചായത്ത് അംഗം ഏറെ പ്രിയങ്കരനായ ശ്രീ AM റാഫി, വേദിയിലിരിക്കുന്ന വിവിധ ഈ പഞ്ചായത്തിലെയും ഈ പ്രദേശങ്ങളിലെല്ലാം വിവിധ സാമൂഹിക പ്രവർത്തകരായ ഏറെ പ്രിയങ്കരനായ നമ്മുടെ ശിവദാസൻ പിള്ളച്ചേട്ടൻ, അതുപോലെ തന്നെ യൂസഫ് ചേലപ്പള്ളി, അതുപോലെ നമ്മുടെ രാധാകൃഷ്ണ സാറടക്കം വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന ഏറെ പ്രിയങ്കരരായ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, പ്രിയപ്പെട്ട ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഏറെ പ്രിയങ്കരായ സുഹൃത്തുക്കളെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖല വലിയ മാറ്റത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ് ഈ കാലയളവ്. ഇപ്പോൾ എന്റെ മുന്നിലിരിക്കുന്ന രക്ഷിതാക്കൾ, ആ രക്ഷിതാക്കളെ സംബന്ധിച്ചൊരു പഴയ കാലത്തേക്ക്, പണ്ടത്തെ ഒരു കാലത്തേക്ക് ഒരു നിമിഷം ഒന്ന് തിരിച്ചു പോകണം. നിങ്ങൾ പഠിച്ച സ്കൂൾ കാലം, അല്ലെങ്കിൽ ഞാൻ പഠിച്ച സ്കൂൾ കാലം, ജൂൺ മാസമാകുമ്പോൾ
സ്കൂൾ തുറക്കുന്ന സമയത്തേക്ക് വരുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ഏത് സാധാരണക്കാരായ കുടുംബത്തിനും വലിയ ഒരുപക്ഷെ സമ്പന്ന കുടുംബത്തിലുള്ള അച്ഛനും അമ്മയ്ക്കും അങ്ങനെ വേവലാതി കാണത്തില്ല. പക്ഷേ ഒരു സാധാരണ കുടുംബത്തിലെ അച്ഛനും അമ്മയ്ക്കും സ്വന്തം മക്കൾക്ക് ഉടുപ്പും ഷർട്ടും എല്ലാം വാങ്ങിക്കൊടുത്ത്, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ ഡ്രസ്സെല്ലാം വാങ്ങിക്കൊടുത്ത് ഒരു പൊതുവിദ്യാലയത്തിലേക്ക്, അടുത്തുള്ള ഒരു പൊതുവിദ്യാലയം, ഒന്ന് സർക്കാർ സ്കൂളോ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളോ ആകട്ടെ, മാനേജർ നടത്തുന്ന സ്കൂളോ ആകട്ടെ, ഞാൻ ഒരു പൊതുവിദ്യാലയത്തിൽ പഠിച്ച ആളാണ് എന്നുള്ളത് നിങ്ങളോട് പറയുന്നത് അഭിമാനത്തോടു കൂടി തന്നെയാണ്. കാരണം അതെല്ലാം ഇപ്പോഴും ഏതാണ്ട് ഓടിട്ട സ്കൂളുകളാണ്. ആ ഓടിട്ട സ്കൂളിലേക്ക് വിടുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ആദ്യമാണ്. കാര്യം തൊട്ടപ്പുറത്തുള്ള സമ്പത്തുള്ള വീട്ടിലെ കുഞ്ഞിനെ വിടുന്നത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ്. കാരണം ആ സ്കൂളിന്റെ മുന്നിലേക്ക് വാഹനം വന്ന് നിൽക്കും. അങ്ങനെ വാഹനം വന്ന് നിൽക്കുമ്പോൾ ടൈയെല്ലാം കെട്ടി ഷൂ എല്ലാം ഇട്ട് ആ കൊച്ചു കുഞ്ഞിനെ ആ സ്കൂളിലേക്ക് അല്ലെങ്കിൽ ആ സ്കൂൾ വണ്ടിയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമാണ്. പക്ഷെ അച്ഛനും അമ്മയ്ക്കും, എന്റെ അച്ഛനും അമ്മയ്ക്കും അടക്കം ഈ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന സാധാരണ അച്ഛനും അമ്മയ്ക്കും ഒരു സങ്കടമാണ്. കാരണം ഈ കുട്ടി ഏതാണ്ട് 1 കിലോമീറ്റർ അപ്പുറമുള്ള സ്കൂളിലേക്ക് നടന്നു പോകണം. നടന്നു പോകുമ്പോൾ മിക്കവാറും കൊട കൊടുക്കാൻ ശേഷി, ഇപ്പൊ നമ്മുടെയൊക്കെ കാലം വന്നപ്പോ കൊട കൊടുക്കാൻ ശേഷിയായി. അതിനു മുമ്പ് മിക്കവാറും ചേമ്പലയാണ്. നിങ്ങൾക്ക് കുട്ടികൾക്കറിയാം, ചേമ്പല ഇങ്ങനെ വെച്ചുകൊണ്ടാണ് നാട്ടിൽ അവർ പോകുന്നത്. അപ്പൊ കൊട കൊടുത്തു വിട്ടാലും സ്വാഭാവികമായും ഇവർക്ക് ഈ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഒരു സങ്കടമുണ്ട്. കാരണം സ്കൂളിൽ പോയാലും മഴ പെയ്താൽ മിക്കവാറും വെള്ളം ഓടിനിടയിലൂടെ ഏതാണ്ട് വെള്ളം ക്ലാസ് റൂമിലേക്ക് വരും. അപ്പൊ വെള്ളം പുറത്തു പോകത്തില്ല. അവിടെയും മിക്കവാറും കുട നിവർത്തി പിടിച്ചിരിക്കേണ്ട സ്ഥിതിയാണ് നമ്മുടെ സർക്കാർ സ്കൂളിലോ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളിലോ ഉള്ള അവസ്ഥ. പലപ്പോഴും യഥാർത്ഥ സ്കൂൾ കാലം എന്ന് പറയുന്നത് ജൂൺ മാസം, ജൂലൈ മാസം ഒരാഴ്ചയോ 2 ആഴ്ചയോ മിക്കവാറും കുട്ടികൾ പനി പിടിച്ചു കിടക്കും. ഈ ആശങ്കയോടുകൂടിയാണ്, വേവലാതിയോടുകൂടിയാണ് അച്ഛനും അമ്മയും നിങ്ങളെല്ലാം പഠിച്ച കാലത്ത്, എന്റെ മുന്നിലിരിക്കുന്ന രക്ഷിതാക്കൾ പഠിച്ച കാലത്ത് നിങ്ങളുടെ എല്ലാം അച്ഛനും അമ്മയും കുട്ടികളെ പറഞ്ഞയച്ചതെങ്കിൽ ഇന്ന് അഭിമാനത്തോടുകൂടി പറയാം, എന്റെ മുന്നിലിരിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾക്ക്, നമുക്ക് അവരെ കൊണ്ടുവന്ന രക്ഷിതാക്കൾക്ക് അഭിമാനത്തോടുകൂടി പറയാം, ഒരു വേവലാതിക്കും ആശങ്കയ്ക്കും യാതൊരു കാരണവുമില്ല. ലോകോത്തര നിലവാരമുള്ള സ്കൂളിലേക്കാണ് മുരുക്കുമൺ എന്ന് പറയുന്ന ഈ ഗ്രാമീണ പ്രദേശത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞയക്കുന്നത്. കാരണം ഇവിടെ നേരത്തെ പറഞ്ഞു, കാരണം പഴയതുപോലെ പാഠപുസ്തകങ്ങളിൽ മാത്രം പഠിച്ച് വളരുക എന്നുള്ളതല്ല നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. സ്വാഭാവികമായും ലോകത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങളും അപ്പോൾ അറിയാൻ കഴിയണം. നമ്മുടെ ക്ലാസ് മുറികൾ ഹൈടെക്കായി മാറണം. ആധുനിക സാങ്കേതിക വിദ്യയുടെ പരിലയങ്ങളായി നമ്മുടെ ക്ലാസ് മുറികൾ മാറാൻ കഴിയുന്ന വിധം നമ്മുടെ ഇന്നത്തെ ഓരോ ക്ലാസ് മുറികളും നിങ്ങൾ സന്ദർശിച്ചാൽ മതി. ശ്രീ ലക്ഷ്മണൻ നായർ എന്ന് പറയുന്ന വ്യക്തി ഒരു ഗ്രാമപ്രദേശത്ത് ജനിച്ചു വളർന്ന അദ്ദേഹം, സ്വാഭാവികമായി അദ്ദേഹത്തിന്റെ ഒരു വിഷൻ ഉണ്ട്. ലോകോത്തര നിലവാരത്തിൽ വിവിധ വിദേശ രാജ്യങ്ങളിൽ സന്ദർശിക്കുന്ന സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഏതെങ്കിലും വലിയ കെട്ടിടം പണിയാനല്ല, ഏതെങ്കിലും വലിയ തരത്തിലുള്ള അല്ലെങ്കിൽ വീടുകൾ പണിയാനല്ല, ആ തരത്തിലുള്ള ആർഭാടം കാണിക്കാനല്ല. പക്ഷേ തങ്ങളുടെ കുഞ്ഞുങ്ങളെ എത്രമാത്രം നല്ല വിദ്യാഭ്യാസം കൊടുക്കാം എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ചിന്തിക്കുന്നത്. അതിലൂടെ മാത്രമേ ആ കുഞ്ഞുങ്ങളെ ഒരു ഭാവി തലമുറയെ വാർത്തെടുക്കാൻ കഴിയൂ. തീർച്ചയായും അദ്ദേഹത്തിന്റെ ഒരു വിഷനാണ് ഈ ഗ്രാമപ്രദേശത്ത് ഏറ്റവും നല്ല വിദ്യാഭ്യാസം നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി, ഒരു സങ്കടവും ഇല്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ പള്ളിക്കൂടത്തിലേക്ക് പറഞ്ഞയക്കാൻ കഴിയും. ആ തരത്തിലേക്ക് ലാഭനഷ്ടങ്ങളുടെ കണക്കുകൾ നോക്കിയല്ല, ലാഭനഷ്ടങ്ങളുടെ അല്ലെങ്കിൽ കണക്ക് പുസ്തകത്തിൽ ലാഭവും നഷ്ടവും എഴുതി ചേർത്തിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കണക്കുകൾ കൂട്ടിയല്ല. ഞാൻ ശ്രീ ലക്ഷ്മണൻ നായരുമായി പലവട്ടം അത് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലാഭനഷ്ടങ്ങളുടെ കണക്കിനപ്പുറത്തേക്ക് വിദ്യാഭ്യാസത്തിന്റെ ആ അക്ഷരത്തിന്റെ അഗ്നി വെളിച്ചം നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ആവാഹിക്കാൻ കഴിയണം. അങ്ങനെ ആവാഹിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാർത്ഥികൾ ആത്മവിശ്വാസത്തോടുകൂടി അവർ വളരും. അതുകൊണ്ടാണ് ഇന്നലെ നമുക്കറിയാം, ഇപ്പൊ IAS കിട്ടിയപ്പോ വയക്കലുള്ള ഇതേപോലെ ഞാൻ NDHS-ൽ ശിവാസമ്മ ചേട്ടനൊക്കെ നമ്മൾ ആദരവ് കൊടുത്ത് 7 വർഷം ഗസ്റ്റ് ടീച്ചറായി ജോലി ചെയ്ത ഒരമ്മയുടെ മകളാണ് നന്ദന. ആ നന്ദനയ്ക്ക് IAS-കാരിയാകാൻ കഴിയുമെങ്കിൽ തൊട്ടപ്പുറത്ത് ഇപ്പോ നമ്മുടെ എൻട്രൻസ് പ്രവേശന
കമ്മീഷണറായിട്ടുള്ള ചിതറയുള്ള അരുൺ നായർ നമ്മുടെ സർക്കാർ വിദ്യാലയത്തിൽ പഠിച്ച ആളാണ്. അരുൺ നായർക്ക് IAS ലഭിക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ പെറ്റു കുഞ്ഞുങ്ങൾക്ക് എന്താ IAS ലഭിക്കാൻ കഴിയാത്തത്? അതുകൊണ്ട് ആത്മവിശ്വാസത്തോടുകൂടി വളരാം. അവർ IASകാരോ IPSകാരോ ശാസ്ത്രജ്ഞന്മാരോ അതുപോലെ തന്നെ ഡോക്ടർമാരോ ഏത് തരത്തിലുള്ള ലോകത്തെ ഏത് തരത്തിലും ഉയരങ്ങളിലേക്ക് പറക്കാൻ കഴിയുന്ന സാഹചര്യം നമ്മുടെ പള്ളിക്കൂടങ്ങളുമായി ബന്ധപ്പെട്ട് മാറിയിട്ടുണ്ട്. ആ തരത്തിലേക്ക് നമ്മുടെ സ്കൂളിലെ ലോകോത്തര നിലവാരത്തിലേക്ക് എത്തിച്ച ശ്രീ ലക്ഷ്മണൻ നായരെ ഞാൻ ഒത്തവണ്ണം പ്രശംസിക്കുന്നു. തീർച്ചയായും ഇവിടെ നേരത്തെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഞാൻ ഒരു പരിപാടിക്ക് വന്നപ്പോഴാണ് നമ്മുടെ അന്നത്തെ PTA പ്രസിഡന്റായ ശ്രീ വിനീതയും അതുപോലെ തന്നെ ശ്രീ ജയചന്ദ്രനും അടക്കമുള്ള നമ്മുടെ മാനേജരും അന്ന് പറഞ്ഞു ഇത് റോഡിങ്ങനെ മോശമായി കിടക്കുകയാണ് ആ റോഡ്. അപ്പോൾ തന്നെ നമ്മുടെ വരുന്ന വാർഷിക പദ്ധതിയിലെ 10 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് അത് ഗതാഗത യോഗ്യമാക്കുവാൻ വേണ്ടിയുള്ള പണം കൂടി അനുവദിച്ചു എന്നുള്ളത് നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങൾ പഠിക്കുന്ന പള്ളിക്കൂടത്തിലേക്ക് വരുന്ന ഗതാഗതം ഒരു കാരണവശാലും ദുഷ്കരമാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ്. തീർച്ചയായും ഈ സ്കൂളിനെ അതിന്റെ അധ്യാപകരെ പ്രത്യേകിച്ച് ഈ കുട്ടികളെ പഠിപ്പിച്ച് അവരെ കൂടുതൽ പൂർണ്ണതയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന പ്രിയപ്പെട്ട അധ്യാപകരെയും അതുപോലെ ഈ മാനേജ്മെന്റിനെയും ശ്രീ ലക്ഷ്മണൻ നായരെയും അതുമായി ഈ സ്കൂളുമായി സഹകരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഇവിടെ പലരും പങ്കുവച്ചതുപോലെ നാളുകളിൽ നമ്മുടെ ഈ പ്രദേശത്തിനാകെ അഭിമാനമായ ഒരു ഹൈസ്കൂളായി ഹയർ സെക്കൻഡറി സ്കൂളായി കേരളത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ പാറശാല മുതൽ കാസർഗോഡ് വരെ സഞ്ചരിക്കുന്ന 3.5 കോടിയോളം വരുന്ന മലയാളിക്കും അഭിമാനമാകാൻ കഴിയുന്ന വിധം ഈ മുരുക്കുവൻ സ്കൂൾ മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചടയമംഗലം AEO ശ്രീമതി ജ്യോതി TG ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മുരുക്കുവൻ UPSന്റെ ഉദ്ഘാടനത്തിന്റെ തത്സമയ ദൃശ്യം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. എവർക്കും ഒരു ശുഭദിനം. നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിന്റെ നിലവാരം ഇന്ന് വളരെയേറെ